ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മളിന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ബ്ലോക്ക് 3-ലെ 10th യൂണിറ്റാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം എന്നൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് വെതർ ആൻഡ് ക്ലൈമറ്റ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ കാലാവസ്ഥ മനസ്സിലാക്കലും, അതേപോലെ തന്നെ കാലാവസ്ഥ മനസ്സിലാക്കലും, അതിനെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വിശകലനം ചെയ്യുന്നത് എന്ന്. ഇവിടെ എന്താണ് പറയുന്നത്? വെദർ ഈസ് ദ ഡേ ടു ഡേ സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഈസ് എ കോട്ടിക് നോൺ ലീനിയർ ഡൈനാമിക് സിസ്റ്റം. അതായത് ഇവിടെ പറയുന്നു, കാലാവസ്ഥ എന്നത് അന്തരീക്ഷത്തിൻ്റെ ദൈനംദിന അവസ്ഥയാണ്. ഇത് കുഴപ്പമില്ലാത്ത നോൺ ലീനിയർ ഡൈനാമിക് സിസ്റ്റവുമാണ്. അപ്പോൾ ഇവിടെ വെദർ ഈസ് ദ കാലാവസ്ഥ എന്ന് പറയുന്നത് ദൈനംദിനത്തിലുള്ള എല്ലാ ദിനത്തിലുമുള്ള ഒരു അറ്റ്മോസ്ഫിയർ സിറ്റുവേഷൻ ആണ്. വെദർ ഈസ് ദ ഡേ ടു ഡേ സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഈസ് എ കോട്ടിക് നോൺ ലീനിയർ ഡൈനാമിക് സിസ്റ്റം. അതേപോലെ തന്നെ ഇതൊരു നോൺ ലീനിയർ ഡൈനാമിക് സിസ്റ്റം ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്, വെദറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ വെദർ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡൈനാമിക് സിസ്റ്റം ആണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? ഫണ്ടമെന്റലി വെദർ ഈസ് എ കേസ്ഡ് ബൈ ദ സൺ വിച്ച് ഹീറ്റ്സ് ദ എയർ അറ്റ് ദ പ്ലാന്റ്സ് ബിൽഡിംഗ് ഇക്വറ്റോറിയൽ റീജിയൻ മോർ either pupil. More than at either pupil. More than at either pupils എന്നാണ് പറയുന്നത്. അതായത് അപ്പൊ വെദർ എന്ന് പറയുന്നത് ഇവിടെ മോർ ദാൻ ആണ് കേട്ടോ. മോർ ദാൻ അറ്റ് either pupil. അപ്പൊ ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രധാനമായും കാലാവസ്ഥയുടെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റലി വെദർ ഈസ് കേസ്ഡ് ബൈ ദ സൺ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണം, അടിസ്ഥാനമായിട്ട് കാലാവസ്ഥയ്ക്ക് കാരണം സൂര്യനാണ്. പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? വിച്ച് ഹീറ്റ്സ് ദ എയർ അറ്റ് ദ പ്ലാന്റ്സ് ബിൽഡിംഗ് ഇക്വറ്റോറിയൽ റേഞ്ച് മോർ ദാൻ അറ്റ് എയ്തർ പോൾ. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് അപ്പോ കാലാവസ്ഥയ്ക്ക് കാരണം ഇവിടെ സൂര്യനാണ്. ഫണ്ടമെന്റലി വെദർ ഈസ് കേസ്ഡ് ബൈ ദ സൺ വിച്ച് ഹീറ്റ് ദ എയർ അറ്റ് ദ പ്ലാന്റ്സ് ബിൽഡിംഗ് ഇക്വറ്റോറിയൽ റീജിയൻ മോർ ദാൻ അറ്റ് എയ്തർ പോൾ. അതായത് ഇത് ഗ്രഹത്തിന്റെ മധ്യരേഖാ പ്രദേശങ്ങളിലെ വായുവിനെ 2 ധ്രുവങ്ങളിലേതിനേക്കാളും കൂടുതൽ ചൂടാക്കുന്നു. ഇത് ഗ്രഹത്തിന്റെ മധ്യരേഖാ പ്രദേശങ്ങളിലെ വായുവിനെ 2 ധ്രുവങ്ങളിലേക്കാട്ടിലും എന്ത് ചെയ്യപ്പെടുന്നു? കൂടുതൽ ചൂടാക്കുകയും അങ്ങനെ കമ്പൈൻ ദ ഹീറ്റ് ഓഫ് ദ സൺ റൊട്ടേഷൻ ഓഫ് എ പ്ലാനറ്റ് കവേർഡ് മോസ്റ്റ്ലി ഇൻ വാട്ടർ ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് വാട്ട് വി കാൾ വെദർ. അങ്ങനെ ഭൂരിഭാഗവും വെള്ളത്തിൽ പൊതിഞ്ഞ ഒരു ഗ്രഹത്തിന്റെ സൂര്യഭാഗത്തിന്റെ താപം സംയോജിക്കുകയും ഇങ്ങനെ ഭൂമി ചൂട് പിടിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെദർ എന്ന് പറയുന്നത്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഭൂരിഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഭൂമിയിൽ കരയെക്കാട്ടിലും കൂടുതൽ കടലാണ്. അതുകൊണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം സൂര്യന്റെ ചൂടിനാൽ ചൂട് പിടിക്കുകയും അത് വളരെ പെട്ടെന്ന് അന്തരീക്ഷ മർദ്ദം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് വെദർ സിറ്റുവേഷൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോ കാലാവസ്ഥ എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിനടുത്തുള്ള അന്തരീക്ഷത്തിന്റെ ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ദൈനംദിന മാറ്റമാണ്. അത് മാത്രമല്ല ഇവിടെ
വെദർ മീൻസ് ദ ഡേ ടു ഡേ ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ നിയർ ദ സർഫേസ് ഓഫ് ദ എർത്ത്. അതുകൊണ്ട് ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? കാലാവസ്ഥ എന്നത് ഭൂമിയുടെ ഉപരിതലത്തിനടുത്തുള്ള അന്തരീക്ഷത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന ദൈനംദിന മാറ്റമാണ് എന്ത് ഈ ഒരു വെദർ സിറ്റുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെദർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരീക്ഷത്തിന്റെ ദൈനംദിന അവസ്ഥയാണ്. ഇതൊരു കുഴപ്പമില്ലാത്ത നോൺ ലീനിയർ ഡൈനാമിക് സിസ്റ്റമാണ്. മാത്രല്ല അടിസ്ഥാനപരമായി കാലാവസ്ഥയ്ക്ക് കാരണം എന്താണ്? സൂര്യനാണ്. ഇത് ഗ്രഹത്തിന്റെ മധ്യരേഖാ പ്രദേശങ്ങളിലെ വായുവിനെ 2 ധ്രുവങ്ങളിലേതിനെക്കാട്ടിലും കൂടുതൽ ചൂടാക്കുകയും അങ്ങനെ ഭൂരിഭാഗം വെള്ളത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന നമ്മളുടെ ഈ ഭൂമി എന്ന ഗ്രഹം പെട്ടെന്ന് സൂര്യ ചൂടിനാൽ ചൂടേൽക്കുകയും അങ്ങനെ താപം ഉയരുന്നതിനും ഇത് കാരണമാകുന്നു. അപ്പോൾ മാത്രമല്ല കാലാവസ്ഥ എന്നാല് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അന്തരീക്ഷത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന ദൈനംദിന മാറ്റമാണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഡെയിലി നടക്കുന്ന ആ ചേഞ്ചസിനെയാണ് കാലാവസ്ഥ അഥവാ വെദർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ക്ലൈമറ്റ് എന്താന്ന് നോക്കാം. വെദർ എന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്ന അവസ്ഥയെ, അതായത് നമ്മുടെ ക്ലൈമറ്റിൽ ചൂട് കൂടുന്ന അവസ്ഥയെയാണ് നമ്മൾ വെദർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലൈമറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ദ ടേം ക്ലൈമറ്റ് ഹാസ് എ വെരി വൈഡ് വെറൈറ്റി ഓഫ് മീനിങ്. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി മീനിങ് ആണ് അവിടെ വരുന്നത്. വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ക്ലൈമറ്റിനുള്ളത്. ദ ടേം ക്ലൈമറ്റ് ഹാസ് എ വെരി വൈഡ് വെറൈറ്റി മീനിങ്. അതായത് കാലാവസ്ഥ എന്ന പദത്തിന് വളരെ വൈവിധ്യമാർന്ന അർത്ഥമാണുള്ളത്. To many us, climate often first suggests temperature, although rainfall and humidity may also come to mind. അതേപോലെ തന്നെ പിന്നെന്താണ്? അപ്പൊ അത് കാലാവസ്ഥയ്ക്ക് വളരെ വൈവിധ്യമാർന്ന അർത്ഥമാണുള്ളത്. കൂടാതെ കാലാവസ്ഥ എന്നത് ആദ്യം താപനിലയെ സൂചിപ്പിക്കുന്നു. ക്ലൈമറ്റ് ഓഫ്റ്റൻ ഫസ്റ്റ് സജസ്റ്റ് ടെമ്പറേച്ചർ. ക്ലൈമറ്റ് ആദ്യം എന്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെയാണ്, താപനിലയെ സൂചിപ്പിക്കുന്നു. ഓൾദോ റെയിൻഫാൾ ആൻഡ് ഹ്യൂമിഡിറ്റി മേ ആൾസോ കം ടു മൈൻഡ്. എന്നിരുന്നാലും മഴയും ഈർപ്പവും കൂടി നമുക്ക് ചില സമയത്ത് ഓൾദോ റെയിൻഫാൾ മഴ കുറയുന്നതിനും അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിനും അത് കാരണമാകുന്നു. When we think of climate change, it is often in the time frame of glacial period. അത് പലപ്പോഴും ഹിമയുഗ കാലഘട്ടത്തിലെ എന്തിനു കാരണമാകുന്നു? ഗ്ലേഷ്യൽ പീരിയഡ്. കുറച്ച് കാലഘട്ടം നമുക്ക് ചൂട് വർദ്ധിക്കുമ്പോൾ അത് പല രീതിയിലുള്ള മാറ്റത്തിനും കാരണമാകാറുണ്ട്. ഇപ്പൊ കാലാവസ്ഥ എന്നത് വളരെ വൈവിധ്യമാർന്ന അർത്ഥമാണ് ഏതിനുള്ളത്? ക്ലൈമറ്റിനുള്ളത്. അത് നമ്മളിൽ പലർക്കും കാലാവസ്ഥ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുക? ഹൈ ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രല്ല മഴ കുറയുകയും അതേപോലെ തന്നെ പിന്നെ ഹ്യൂമിഡിറ്റി ഈർപ്പം കൂടുകയും ചെയ്യുന്ന അവസ്ഥ എന്നൊക്കെ നമുക്ക് ഏതിനെ കുറിച്ച് മനസ്സിലാക്കാം? കാലാവസ്ഥയെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ കാലാവസ്ഥ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മഴ കുറയുന്ന അവസ്ഥയെയും ക്ലൈമറ്റ് എന്ന് പറയാം. ഈർപ്പം കൂടുന്ന ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്ന അവസ്ഥയെയും ക്ലൈമറ്റ് എന്ന് പറയാം. ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന അവസ്ഥയെയും ക്ലൈമറ്റ് എന്ന് പറയാം. അപ്പൊ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറൻറ്റ് മീനിങ്സാ വരുന്നത്. ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടാം, ചിലപ്പോൾ ഹ്യൂമിഡിറ്റി കൂടാം, ചിലപ്പോൾ മഴ കുറയാം, ചിലപ്പോൾ മഴ കൂടാം. ഇതിനൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ എന്ത് പറയാം? ക്ലൈമറ്റ് സിറ്റുവേഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ more recently, however, there has been considerable public concern over the possible shorter-term impact upon the climate of increase in atmosphere carbon dioxide and other greenhouse gases. അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെയും ഹരിതഗൃഹവാതകങ്ങളുടെയും വർധനവ് കാലാവസ്ഥയിൽ ഹ്രസ്വകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതായത് ഇവിടെ എന്താ പറയുന്നത്? ചില സാഹചര്യങ്ങളില് നമ്മളുടെ അറ്റ്മോസ്ഫിയറില് അന്തരീക്ഷത്തില്
കാർബൺ ഡയോക്സൈഡിന്റെ അളവും അതേപോലെ തന്നെ ഹരിതഗൃഹവാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതഗൃഹവാതകങ്ങൾ. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെയും ഹരിതഗൃഹവാതകങ്ങളുടെയും വർധനവ് കാലാവസ്ഥയിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? അതില് ക്ലൈമറ്റ് ഇൻക്ലൂഡ് ആവറേജ് ടെമ്പറേച്ചർ, ശരാശരിയായിട്ടുള്ള ടെമ്പറേച്ചർ, താപനില, പിന്നെ ആവറേജ് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് പെർസിപ്ഷൻ, ഡേ ഓഫ് സൺലൈറ്റ്, other variable that might be measured at any given site. അപ്പൊ അതേപോലെ തന്നെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ശരാശരി ഉണ്ടാകുന്ന ചൂട്, മഴയുടെ അളവ്, സൂര്യപ്രകാശത്തിന്റെ അളവ്, ഇതൊക്കെ എന്തായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടാം? കാലാവസ്ഥയാണ്. ഇവയിലൊക്കെ എപ്പോഴും എന്ത് സംഭവിക്കുന്ന പറയുന്നത്? മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോ ഇവിടെ കാലാവസ്ഥയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് കാലാവസ്ഥ വരിക. വെതർ സിറ്റുവേഷനും ഉണ്ട്, ക്ലൈമാറ്റിക് സിറ്റുവേഷനും ഉണ്ട്. വെതർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ക്ലൈമറ്റ് ഹൈലി ടെമ്പറേച്ചർ ആവുകയും ഭൗമോപരിതലം കൂടുതൽ ചൂട് വർദ്ധിക്കുകയും മാത്രല്ല ഈ ഭൂമിയും സൂര്യനും ഒക്കെ ഗ്രഹങ്ങളാണ്. ആ ഭൂമി എന്ന ഗ്രഹം വെള്ളത്താൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂര്യന്റെ ചൂട് വർദ്ധിക്കുമ്പോൾ ഈ ഭൂമിയിലെ വെള്ളത്തിന്റെ ചൂടും വർദ്ധിക്കാൻ കാരണമാകും. അതാണ് ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ കാരണമാകുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളുടെ കാലാവസ്ഥയെ മനസ്സിലാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെതർ സിറ്റുവേഷനും ഉണ്ട്, ക്ലൈമറ്റ് സിറ്റുവേഷനും ഉണ്ട്. ഇനി ക്ലൈമറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിഫറൻറ്റ് മീനിങ് ആണ്. വ്യത്യസ്ത അർത്ഥങ്ങളിലൂടെയാണ് നമുക്ക് ക്ലൈമറ്റ് സിറ്റുവേഷനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക. കാരണം അത് ചിലപ്പോൾ ഹ്യൂമിഡിറ്റി ആയിരിക്കാം, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കാം, ഹൈ റെയിൻ ആയിരിക്കാം, ലോ റെയിൻ ആയിരിക്കാം. ഇതൊക്കെ എന്താണ്? ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻ ആണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമാറ്റിക് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചാണ്. അതിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്താ എന്ന് നോക്കാം. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ക്ലൈമറ്റ് ചേഞ്ച് എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാല്, climate change refers to a change in the state of the climate that persists for an extended period, typically decades or longer. കാലാവസ്ഥാ വ്യതിയാനം എന്നത് ദീർഘകാലത്തേക്ക്, സാധാരണമായി പതിറ്റാണ്ടുകളോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. Climate change refers to a change in the state of the climate that persists for an extended period, typically decades or longer. അനേകം കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് എന്നറിയപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എന്നത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഇവിടെ ഏതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് മേ ബി ഡ്യൂ ടു natural internal process or external forcing such as modulation of the solar cycle. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവിക അന്തരീക്ഷ പ്രക്രിയകൾ മൂലമോ അതേപോലെ തന്നെ സൗരചക്രങ്ങളുടെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്നാ പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനം എന്നത് സ്വാഭാവിക അന്തരീക്ഷ പ്രക്രിയകൾ മൂലമോ സൗരചക്രങ്ങളുടെ മോഡുലേഷനുകൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അന്തരീക്ഷത്തിന്റെ ഘടനയിലോ ഭൂവിനിയോഗത്തിലോ ഉള്ള നിരന്തരമായ മാറ്റങ്ങൾ തുടങ്ങിയ ബാഹ്യ സമ്മർദ്ദങ്ങൾ മൂലമാകാം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂട് നിർവചിക്കുന്നുണ്ട്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം, അപ്പൊ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘകാലം നിലനിൽക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാ. അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? സോളാർ സൈക്കിൾസ്, വോൾക്കാനിക് ഇറപ്ഷൻ,
അതേപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങള്, ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടായാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കും. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ അനേകം വർഷം ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാല് അനേകം വർഷത്തേക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്ലൈമാറ്റിക് ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. UN Framework Convention on Climate Change define climate change as a change of climate which is attributed directly or indirectly to human activity that alters composition of the global atmosphere, and that in addition to natural climate variability observed over comparable time period. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂട് കൺവെൻഷൻ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. UNFCCC UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതിന്റെ ഫുൾ ഫോം ആണ് UNFCCC. അപ്പോ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ എന്താണ് എന്നാണ് പറയുന്നത്. എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ കാഴ്ചപ്പാടിലെ കാലാവസ്ഥാ വ്യതിയാനം? അത് നിർവചിക്കുന്ന സംഘടനയുടെ പേരാണ് UNFCCC. UNF എന്ന ഫ്രെയിംവർക്ക്, സി എന്ന് ഉദ്ദേശിക്കുന്നത് കൺവെൻഷൻ, രണ്ടാമത്തെ സി ക്ലൈമാറ്റ്, മൂന്നാമത്തെ സി ചേഞ്ച്, അതാണ് UNFCCC. UNFCCയുടെ മേൽനോട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആഗോള അന്തരീക്ഷത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗോള അന്തരീക്ഷത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് താരതമ്യപ്പെടുത്താവുന്ന കാലയളവിൽ നിരീക്ഷിക്കപ്പെട്ട സ്വാഭാവിക കാലാവസ്ഥാ വ്യതിയാനത്തിന് പുറമെയാണ്. അതായത് ഒരു സ്വാഭാവിക കാലാവസ്ഥാ വ്യതിയാനത്തിന് പുറമെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. മനുഷ്യൻ നേരിട്ടോ അല്ലാതെയോ ഉള്ള പ്രവർത്തന ഫലമായി കാലാവസ്ഥയിൽ സംഭവിച്ച വ്യതിയാനത്തെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുക. അത് ദീർഘകാലം നിലനിൽക്കും. ഇപ്പൊ നമുക്കറിയാം, വാഹനങ്ങളിൽ നിന്നൊക്കെ ഉള്ള പുക എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തന ഫലമായാണ്, ഫാക്ടറികളിൽ നിന്നുള്ള പുക. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മളുടെ ഭൂമി മലിനമാക്കപ്പെടുന്നുണ്ട്, പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പൊല്യൂഷൻ സംഭവിക്കുമ്പോൾ അത് ദീർഘകാലത്തേക്ക് അതിന്റെ പരിണിത ഫലങ്ങൾ, ദൂഷ്യഫലങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഫേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആ ദൂഷ്യഫലങ്ങൾ നേരിടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ദോഷങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്നറിയപ്പെടുന്നത്. അതാണ് ഏത് സംഘടന നിർവചിച്ചത്, UNFCCC എന്ന സംഘടന ഈ ക്ലൈമാറ്റിക് ചേഞ്ചിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്. മനുഷ്യൻ നേരിട്ടോ അല്ലാതെയോ ഉള്ള പ്രവർത്തന ഫലമായി ദീർഘകാലത്തേക്ക് ക്ലൈമാറ്റിക് ചേഞ്ച് സംഭവിക്കുന്നു എന്നാണ് UNFCCC ഈ ക്ലൈമാറ്റിക് ചേഞ്ചിനെ നിർവചിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഓൺ ദ ഗ്ലോബ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം ഗ്ലോബില് ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് എന്നാണ് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഗ്ലോബൽ വാർമിങ്, ആസിഡ് റെയിന് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുകളിൽ വിശദീകരണം നടത്താനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ചിലെ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി എടുക്കാനുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഓൺ ദ ഗ്ലോബ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് ഗ്ലോബില്, അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നാണ് നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഭൂഗോളത്തിൽ ചെലുത്തുന്ന ഇമ്പാക്ട് അഥവാ സ്വാധീനം എന്താണ് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ഓവർ ദ ലാസ്റ്റ് 50 years, human activities,
particularly the burnings of fossil fuels, have released sufficient quantities of carbon dioxide and other greenhouse gases that are trapping additional heat in the lower atmosphere and affect the global climate. IPCC 2013. അതായത് ഓൺ ദ ലാസ്റ്റ് 15 years 50 വർഷത്തിനിടയിൽ മനുഷ്യന്റെ ഹ്യൂമൻ ആക്ടിവിറ്റി 50 വർഷത്തിനിടയിലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ആവശ്യത്തിന് കാർബൺ ഡയോക്സൈഡും മറ്റ് ഹരിതഗൃഹവാതകങ്ങളും പുറത്തുവിടാൻ കാരണമായി. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങള്, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കാർബൺ ഡയോക്സൈഡും മറ്റ് ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. കാർബൺ ഡയോക്സൈഡ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന അശുദ്ധമായിട്ടുള്ള മാലിന്യമായിട്ടുള്ള പുകയെയാണ് നമ്മൾ എന്ത് പറയുക, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയാം. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡും ഹരിതഗൃഹവാതകം അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. അപ്പൊ ഈ ഗ്രീൻ ഹൗസസ് ഗ്യാസസും പുറത്തു വിടാൻ കാരണമായി. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ആവശ്യത്തിന് കാർബൺ ഡയോക്സൈഡും മറ്റ് ഹരിതഗൃഹവാതകങ്ങളും പുറത്തുവിടുന്നതിന് കാരണമായി. ഇവ താഴ്ന്ന അന്തരീക്ഷത്തിൽ അധികം താപം നിലനിർത്തുകയും ഇവ എന്താ ഇവിടെ പറയുന്നത്, ദാറ്റ് ആർ ട്രാപ്പിംഗ് അഡീഷണൽ ഹീറ്റ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. താഴ്ന്ന അന്തരീക്ഷത്തിൽ, ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, താഴ്ന്ന അന്തരീക്ഷത്തിൽ ഇവ എന്ത് പുറത്തുവിടുന്നതിന് കാരണമായി തീർന്നു. താഴ്ന്ന അന്തരീക്ഷത്തിൽ അധിക താപം നിലനിർത്തുകയും ആഗോള കാലാവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ UNDP 2006, IPCC 2013 ഈ ഇതിലാണ് ഇതിങ്ങനെ പറയുന്നത്. അതായത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ആവശ്യത്തിന് കാർബൺ ഡയോക്സൈഡും മറ്റ് ഹരിതഗൃഹവാതകങ്ങളും പുറത്തുവിടാൻ കാരണമായി. ഇവ താഴ്ന്ന അന്തരീക്ഷത്തിൽ താപം വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ ആഗോള കാലാവസ്ഥയെ ബാധിക്കുന്നതിനും കാരണമായി എന്ന് ഏതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്, UNDPയിലും IPCCയിലും വ്യക്തമാക്കുന്നുണ്ട്. ഇൻ ദ ലാസ്റ്റ് 130 years, കഴിഞ്ഞ 130 വർഷത്തിനിടയിൽ, ഇൻ ദ ലാസ്റ്റ് 130 years, the world has warmed by approximately 0.85 degree Celsius. എത്ര ഡിഗ്രിയാണ്? 0.85 ഡിഗ്രി സെൽഷ്യസ്. അതായത് 130 വർഷങ്ങൾക്കിടയിൽ ലോകം ഏകദേശം 0.85 ഡിഗ്രി സെൽഷ്യസ് ചൂടായി. അതായത് 1850 മുതൽ കഴിഞ്ഞ 3 ദശകങ്ങളിൽ ഓരോന്നിനും മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് തുടർച്ചയായി ചൂടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഭൂമി ഏകദേശം 130 വർഷങ്ങൾക്ക് ഇടയില് 130 വർഷങ്ങൾക്കിടയിലായിട്ട് ഭൂമിയുടെ താപം എന്ന് പറയുന്നത് 0.85 ഡിഗ്രി സെൽഷ്യസ് അത് ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാത്രല്ല എന്താണ്, കഴിഞ്ഞ 3 ദശകങ്ങളിൽ ഓരോന്നും മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് തുടർച്ചയായിട്ട് അതിന്റെ ചൂട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഹ്യൂമൻ ഹെൽത്ത് ഹാസ് ആൾവേസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലൈമറ്റ് ആൻഡ് വെതർ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ ആരോഗ്യത്തെ എപ്പോഴും ഈ ക്ലൈമാറ്റിക് ചേഞ്ച് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് IPCC 2014 WHO 2005 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഓരോ ആരോഗ്യ വകുപ്പും വ്യക്തമാണ്. WHO പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെയാണ് WHO പറയുക. അപ്പൊ WHO പോലെയുള്ള സംഘടനകൾ എന്ത് പറയുന്നുണ്ട് ഇവിടെ, കുറച്ച് കാലങ്ങളായിട്ട് കൂടുതൽ ചൂട് വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്.
അതുകൊണ്ട് കാലാവസ്ഥയിലെയും കാലാവസ്ഥാ വ്യതിയാനത്തിലെയും മാറ്റങ്ങൾ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങളിലെ മാറ്റങ്ങൾ നമുക്ക് ശുദ്ധവായു, ക്ലീൻ എയർ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് സെക്യൂരിറ്റി, അതായത് ക്ലൈമറ്റ് ചേഞ്ചസ് എന്തിനൊക്കെ കാരണമാകുന്നുണ്ട്? ശുദ്ധവായു, ഭക്ഷണം, വെള്ളം, പാർപ്പിടം, സുരക്ഷ എന്നിവ നൽകുന്ന പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോ ഈ ക്ലൈമാറ്റിക് ചേഞ്ച്, ആഗോള തരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ച് ഭക്ഷണത്തെയും ശുദ്ധജലത്തെയും പാർപ്പിടത്തെയും അതേപോലെ തന്നെ നമ്മളുടെ സുരക്ഷയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ ചേഞ്ചസ് ഇൻ ക്ലൈമാറ്റ് ആൻഡ് ക്ലൈമാറ്റ് വേരിയബിലിറ്റി, particularly changes in weather extremes, affect the environment that provide us with clean air, food, water, shelter and security. വാട്ടറിനെയും ഫുഡിനെയും ഷെൽറ്ററിനെയും സെക്യൂരിറ്റിയൊക്കെ വളരെയധികം ദോഷകരമായിട്ട് ഏത് ബാധിക്കുന്നുണ്ട്? ക്ലൈമാറ്റിക് ചേഞ്ച് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെയാണ് ക്ലൈമാറ്റിക് ചേഞ്ച് ഇമ്പാക്ട് ഓൺ ദ ഗ്ലോബ് എന്ന് പറയുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം ഭൂഗോളത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് എന്താണ് ഗ്ലോബൽ വാർമിംഗ് നോക്കാം. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗോള താപനം. ഗ്ലോബൽ വാർമിംഗ്. വാട്ട് ഈസ് മീൻ ബൈ ഗ്ലോബൽ വാർമിംഗ്? About 75% of the solar energy reaching the earth is absorbed by the earth surface, which increases its temperature. ഭൂമിയിലെത്തുന്ന സൗരോർജത്തിന്റെ ഏകദേശം 75% ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്നു. ഇത് അതിന്റെ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. About 75% of the solar energy reaching the earth is absorbed by the earth surface, which increases its temperature. ഭൂമിയിലെത്തുന്ന സൗരോർജത്തിന്റെ ഏകദേശം 75% ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുകയും ഇത് അതിന്റെ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോ ഭൗമോപരിതലം എത്ര ശതമാനം സൗരോർജത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്? 75%. അതായത് ഏകദേശം ഭൗമോപരിതലം എത്ര ശതമാനമാണ് സൗരോർജത്തെ ആഗിരണം ചെയ്യുന്നത്? 75%. 75% സൗരോർജത്തെ ഭൗമോപരിതലം ആഗിരണം ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ത് വർദ്ധിക്കുന്നത്? ഭൂമിയിലെ താപനില വർദ്ധിക്കുന്നത്. And then the rest of the heat radiates back to the atmosphere. ബാക്കി താപം അന്തരീക്ഷത്തിലേക്ക് തിരികെ വികിരണം ചെയ്യുന്നു. കൂടാതെ some of the heat is trapped by greenhouse gases. Mostly carbon dioxide is released by various human activity. It is rapidly increasing. This is causing global warming. Is causing global warming. അതായത് ഇവിടെ എന്താ പറയുന്നത്? ബാക്കി താപം അന്തരീക്ഷത്തിലേക്ക് തിരികെ വികിരണം ചെയ്യുന്നു. ചില താപം ഹരിതഗൃഹവാതകങ്ങളിൽ കുടുങ്ങുകയും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് വിവിധ മനുഷ്യ പ്രവർത്തനങ്ങളാൽ പുറത്തുവിടുകയും ഇത് അതിവേഗം വർദ്ധിക്കുന്നു. ഇത് ആഗോളതാപനത്തിനും കാരണമാകുന്നു. ആഗോളതാപനം അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭൂമിയിലേക്ക് സൗരോർജം എത്രയാണ് ആഗിരണം ചെയ്യുക? 75%. ബാക്കി 25% എന്തിലാൽ കലരുക ചെയ്യുക? ഗ്രീൻ ഹൗസ് ഗ്യാസസിലും കാർബൺ ഡയോക്സൈഡിലും ബാക്കിയുള്ള താപം കൂടി കലരും. അതാണ് പിന്നെ എന്തിന് കാരണമാകുക? ആഗോള താപനത്തിന് കാരണമാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞാല് സൗരോർജം 75% സൗരോർജം ഭൂമിയിലേക്ക് വരുന്നത്. 75% സോളാർ എനർജി ഭൂമിയിലേക്ക് പതിക്കും. ബാക്കി 25% ഏതിൽ കലരുന്ന പറയുന്നത്? കാർബൺ ഡയോക്സൈഡിലും അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിലും ഹരിതഗൃഹവാതകങ്ങളിലും അതേപോലെ തന്നെ
കാർബൺ ഡയോക്സൈഡിലും ബാക്കിയുള്ള 25% കലരും. അങ്ങനെ കലർന്നിട്ട് അതും കൂടി ഭൂമിയിൽ എന്തിന് കാരണമാകും? ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകാൻ കാരണമാകും. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിലെ കുട്ടികളെ ഗ്ലോബൽ വാർമിങ്ങിലെ ആ ആദ്യത്തെ പാരഗ്രാഫ് മതി കേട്ടോ. 2008 ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അതെങ്ങനെ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ട് വിശദീകരണം നടത്തിയിട്ടുള്ളത് കേട്ടോ. ഗ്ലോബൽ വാർമിംഗ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? സോളാർ എനർജി ഭൂമിയിലേക്ക് പതിക്കുന്നത് 75%. ബാക്കി 25% എന്തിൽ കലര് ചെയ്യുക? കാർബൺ ഡയോക്സൈഡിലും ഹരിതഗൃഹവാതകങ്ങളിലും കലരും. അങ്ങനെ കലർന്നിട്ട് അത് പലതരത്തിലുള്ള അങ്ങനെ കലരുന്നതോടുകൂടി അതെന്ത് ചെയ്യുന്നു? കൂടുതൽ ചൂട് വർദ്ധിക്കുന്നതിനും മാത്രമല്ല അത് ആഗോള താപനത്തിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ആഗോള താപനം. അടുത്തതാണ്, ശ്രദ്ധിക്കൂ, ആസിഡ് റെയിൻ. എന്താണ് ആസിഡ് റെയിൻ പറഞ്ഞാല്? ആസിഡ് റെയിൻ അതായത് ക്ലൈമറ്റ് ചേഞ്ചുകൾ ഏതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ? ക്ലൈമറ്റ് ചേഞ്ച് എന്താ പറഞ്ഞു? അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ച്. ഏതൊക്കെ തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചാ? ക്ലൈമറ്റ് ചേഞ്ച് എന്താന്ന് പറഞ്ഞു? ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഓൺ ഗ്ലോബൽ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞു. ഇനി ആസിഡ് റെയിൻ നമ്മൾ പറയണത്. ആസിഡ് മഴ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ മഞ്ഞ മഴ പെയ്തു, റെഡ് മഴ പെയ്തു, അങ്ങനെയൊക്കെ പറയണ കേൾക്കാറുണ്ട്. അതെന്താ? കൂടുതലായിട്ടും ആസിഡ് മഴ പെയ്യ ഏത് സ്ഥലങ്ങളിലാ, ഏത് പ്രദേശങ്ങളിലാണ് ആസിഡ് മഴ പെയ്യാൻ കാരണം ഉണ്ടാകുന്നത്? അതായത് കൂടുതൽ ഫാക്ടറികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്ലേസുകളിലാണ് ആസിഡ് മഴ പെയ്യുക. കാരണം ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ കലർന്നുണ്ട്. നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അപ്പൊ പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളും അന്തരീക്ഷത്തിൽ കലർന്നു നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരം പ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ ആ കലർന്ന ആ പ്രദേശങ്ങളിൽ ഈ മഴവെള്ളവും അതേപോലെ തന്നെ ഈ രാസപദാർത്ഥവും സംയോജിക്കും. അങ്ങനെ അവ രണ്ടും സംയോജിക്കുമ്പോഴാണ് ഏത് മഴയായി മാറുക? ആസിഡ് റെയിൻ ആയി മാറുക. ചുവന്ന മഴ, മഞ്ഞ മഴ, ഗ്രീൻ റെയിൻ അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സ് നടക്കാറുള്ളത് പൊതുവെ ഫാക്ടറിക്കരികിലുള്ള പ്രദേശങ്ങളിലായിരിക്കും. വലിയ വലിയ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ടും എന്തുണ്ടാവാറുള്ളത്? ആസിഡ് റെയിൻ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, എന്താണ് ആസിഡ് റെയിൻ? നമുക്ക് എന്താണെന്നും കൂടി വിശദീകരിക്കാം. ഓൺ ബോറിംഗ് ഫോസിൽ ഫ്യൂൾ സച്ച് ആസ് കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, കെമിക്കല്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ അന്തരീക്ഷത്തിൽ കലരുമ്പോഴാണ് ആസിഡ് മഴ പെയ്യുക? ഫോസിൽ ഫ്യൂൾ, കൽക്കരി, അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂൾ സച്ച് ആസ് കോള്, പിന്നെന്താണ് ഫോസിൽ ഇന്ധനങ്ങള്, അതേപോലെ തന്നെ മറ്റ് ഓയിലുകള്. ഓയില് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഡീസലും പെട്രോളും അതേപോലെ മണ്ണെണ്ണയൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ ഓരോ പദാർത്ഥങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് ആസിഡ് മഴ ഉണ്ടാവുക. അപ്പൊ എന്തൊക്കെ അന്തരീക്ഷത്തിൽ കലരുമ്പോഴാണ്? കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം, ഫോസിൽ ഇന്ധനങ്ങള്, രാസവള വസ്തുക്കള്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അവ എന്ത് ചെയ്യപ്പെടുന്നു? അവ അന്തരീക്ഷത്തിൽ കലരുമ്പോഴാണ് അതൊക്കെ അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുന്നുണ്ടാവും. നമുക്ക് കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വാതകങ്ങളൊക്കെ ഈ പലതരത്തിലുള്ള നമ്മൾ കൽക്കരി കത്തിക്കുമ്പോഴും അതേപോലെ തന്നെ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴും കെമിക്കൽസ് ഉപയോഗിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ് ഉപയോഗിക്കുമ്പോഴും നൈട്രജൻ ഓക്സൈഡ് ഉപയോഗിക്കുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ മലിനീകരിക്കപ്പെട്ട വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ആ തങ്ങി നിൽക്കുന്ന അതിൽ മഴ പെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുക? കലരുക ചെയ്യണ്. ശുദ്ധമായ മഴവെള്ളത്തിൽ അവ കലരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ആസിഡ് റെയിൻ ഉണ്ടാവുക. അപ്പൊ ഇപ്പോഴത്തെ മഴവെള്ളവും ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? കാരണം വ്യവസായശാലകൾക്കൊക്കെ എടുത്ത് പെയ്യുന്ന മഴവെള്ളവും ശുദ്ധമല്ല. ഇഷ്ടംപോലെ മരങ്ങളുള്ള സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ മഴവെള്ളം ശുദ്ധമായിരിക്കും. ഒരുപാട് മരങ്ങളും ചെടികളും വള്ളികളും അങ്ങനെ ഹരിതകം
പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളമാണ് യഥാർത്ഥ മഴവെള്ളം ശുദ്ധമായിട്ട് നമുക്ക് കിട്ടുന്നത്. അതല്ലാതെ തിരക്ക് പിടിച്ച നഗരങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം പോലും ശുദ്ധമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ തിരക്ക് പിടിച്ച നഗരങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം പോലും ആസിഡ് മഴയാണ് അവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ ഡൽഹി, മുംബൈ, കൽക്കട്ട തുടങ്ങി വ്യവസായശാലകൾ ഒരുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്ന മഴവെള്ളം പോലും ഒരിക്കലും ശുദ്ധമല്ല. കാരണം അതിലൊക്കെ എന്ത് കലർന്നിട്ടുണ്ട്? ആസിഡ് കലർന്ന് പലതരത്തിലുള്ള വാതകങ്ങളും കലരുന്നുണ്ട്. അപ്പോ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെയാണ് ഈ അന്തരീക്ഷത്തിൽ കലരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ this chemical react with water and other chemical in the air of form sulfuric acid, nitric acid and other harmful pollution like sulfate and nitrate. ഈ രാസവസ്തുക്കൾ വെള്ളവുമായും വായുവുമായും മറ്റു വസ്തുക്കളുമായും പ്രവർത്തിച്ച് സൾഫൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫേറ്റുകൾ, നൈട്രേറ്റുകൾ തുടങ്ങിയ മറ്റു ദോഷകരമായ മാലിന്യം ഉണ്ടാക്കുന്നു. ഈ സൾഫിക് ആസിഡും ന്യൂട്രിക് ആസിഡും ഒക്കെ നമ്മളുടെ വായുവിൽ കലരുമ്പോൾ അതെന്തൊക്കെയാണ് ആയി മാറുക? സൾഫേറ്റും ന്യൂട്രേറ്റും ഒക്കെ ആയിട്ട് മാറുന്നു. ഈ ആസിഡ് മാലിന്യങ്ങൾ അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് വ്യാപിക്കുകയും അങ്ങനെ വായുപ്രവാഹങ്ങൾ വഴി കൊണ്ടുപോകുകയും അവിടെ ആസിഡിന്റെ രൂപത്തില് ഭൂമിയിലേക്കും അടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കുകളൊന്നും അങ്ങനെ കത്തിക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വീട്ടിലൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വിഷം കലർന്ന പുകയാണ് നമ്മൾ ശ്വസിക്കുന്നത്. മാത്രമല്ല ഈ വ്യവസായശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ നിറഞ്ഞ ഈ വാതകങ്ങൾ അന്തരീക്ഷ പ്രവാഹത്തിലൂടെ മുകളിലേക്ക് ഉയരുകയും മഴ പെയ്യുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് അത് മഴവെള്ളവുമായി കൂടിച്ചേർന്നിട്ട് അത് താഴേക്ക് പതിക്കുകയും അത് പലതരത്തിലുള്ള ആസിഡ് റെയിനിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ആസിഡ് റെയിൻ എന്താ എന്നും ഏതൊക്കെ തരത്തിലുള്ള ആസിഡുകളാണ് ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിൽ കലരുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. കൂടാതെ ഇവിടെ പറയാണ് റെയിൻ, ഫോഗ് ഓർ സ്നോവ്, മഴ, മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞ്. ആസിഡ് മഴയുടെ ദ്രവീകരണ സ്വഭാവം പലതരത്തിലുള്ള പാരിസ്ഥിതിക നാശത്തിനും കാരണമാകുന്നു. റെയിൻ, ഫോഗ്, സ്നോവ്. അപ്പൊ ആസിഡ് അന്തരീക്ഷത്തിൽ കലർന്ന അത് ഏതിനൊക്കെ ദോഷാകും? മഴയ്ക്ക് ദോഷാകും. ഫോഗ് പറഞ്ഞാൽ എന്താ? മൂടൽമഞ്ഞ്. സ്നോ പറഞ്ഞാൽ എന്താ? മഞ്ഞിനും ഫോഗിനും റെയിനും ഒക്കെ അത് വളരെ ദോഷകരമായി ബാധിക്കും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. The corrosive nature of acid rain causes many forms of environmental damage. ആസിഡ് മഴയുടെ ദ്രവീകരണ സ്വഭാവം പലതരത്തിലുള്ള പരിസ്ഥിതിയിൽ നാശത്തിനും കാരണമാകുന്നു. മാത്രല്ല മഴയിൽ മണ്ണ് നിന്ന് കഴുകിക്കളയുമ്പോൾ വരണ്ട കണികകളും വാതകങ്ങളും മഴയിലെ ആസിഡുമായി ചേർന്ന് കൂടുതൽ ദ്രവീകരണ ലായനി രൂപപ്പെടുത്തുന്ന രീതിയിലേക്കും ആസിഡ് മാലിന്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇതിനെ ആസിഡ് നിക്ഷേപങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് ഈ ആസിഡ് മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പതിക്കുന്നതും ആസിഡ് കലർന്ന വെള്ളമാണ്. അത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതിനും ആ മണ്ണ് പോലും നശിക്കുന്നതിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആസിഡ് മഴ പെയ്തു കഴിഞ്ഞാൽ മനുഷ്യനും ദോഷമാണ്. മാത്രല്ല ആ ആസിഡ് മഴ പെയ്ത ഭാഗത്തിലെ മണ്ണിന് ഒരു ഗുണവും ഉണ്ടാവില്ല. ആ മണ്ണിന്റെ ഗുണം നഷ്ടപ്പെടുന്ന ആ സോയിലും എന്താകാൻ കാരണമാകും? ആ സോയിലും പൊല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആസിഡ് മഴ പെയ്യുമ്പോൾ അത് എന്തിനൊക്കെ ബാധിക്കും? മണ്ണിനെ ബാധിക്കും, മഴയെ ബാധിക്കും, ഫോഗിനെ ബാധിക്കും, സ്നോവിനെ ബാധിക്കും, മനുഷ്യനെ ബാധിക്കും, ജീവജാലങ്ങളെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ ആസിഡ് മഴ ഇത്രയും ഘടകങ്ങളെയൊക്കെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസിഡ് റെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് ഓസോൺ ലെയർ ഡിപ്ലഷൻ ആൻഡ് ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് ന്യൂക്ലിയർ ഹോളോകോസ്റ്റ് ആണ്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതാണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ ഓസോൺ പാളിയുടെ ശോഷണം. ഓസോൺ പാളി നമുക്കറിയാം അന്തരീക്ഷത്തിലെ ഒരു രക്ഷാ കവചമായിട്ട് ഓസോൺ പാളി എന്ന ഒരു പാളി നിലനിൽക്കുന്നുണ്ട്.
ആ പാളിക്ക് ഇന്ന് സുഷിരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഹോള് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതും അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗും ആണ് ഈ ഓസോൺ പാളി ഡിപ്ലഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ഇപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലഷൻ നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓസോൺ ലെയർ ഡിപ്ലഷൻ. ഇവിടെ ശ്രദ്ധിക്കൂ, ഓസോൺ ഈസ് ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ ഓക്സിജൻ. സൂര്യപ്രകാശം ഓക്സിജനിൽ ഏൽക്കുന്നതിലൂടെയാണ് ഓസോൺ രൂപപ്പെടുന്നത്. ഓസോൺ എങ്ങനെ രൂപപ്പെടുക? സൂര്യപ്രകാശം ഓക്സിജനിൽ ഏൽക്കുന്നതിലൂടെയാണ് ഓസോൺ രൂപപ്പെടുന്നത്. ഇറ്റ് ഫോർമസ് എ ലെയർ 20 to 50 kin above the surface of the earth. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര മുതലാ? 20 മുതൽ 50 വരെ മാത്രം കിലോമീറ്റർ ഉയരത്തിൽ ഇതൊരു പാളി രൂപപ്പെടുത്തുന്നു. ഇറ്റ് ഫോംസ് എ ലെയർ 20 to 50. ആ ലെയർ എങ്ങനെയാണ്? 20, 20 to അതേപോലെ തന്നെ 50. 20 മുതൽ 50 വരെ. 20 മുതൽ എത്ര വരെയാണ് ഓസോൺ പാളിയുടേത് എന്ന് പറയുന്നത്? ഏകദേശം 20 മുതൽ 50 വരെ മാത്രം കിലോമീറ്റർ ഉയരത്തിൽ ഇതൊരു പാളി രൂപപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 20 തൊട്ട് 50 കിലോമീറ്റർ ഉയരത്തിൽ ഒരു പാളി ഉണ്ട് എന്നാണ് പറയുന്നത്. 20 കിലോമീറ്റർ തൊട്ട് 50 കിലോമീറ്റർ വരെ ഏകദേശം എന്തുണ്ട്? ഒരു ലെയർ അഥവാ ഒരു പാളി രൂപപ്പെടുത്തുന്നു. പക്ഷേ വളരെ മന്ദഗതിയിലാണ് ഇവിടെ എന്താ പറയുന്നത്? പക്ഷെ ഈ പാളിയുടെ പ്രവർത്തനം അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി ഇതിന്റെ പ്രവർത്തനം മെല്ലെ ഉണ്ടായിരിക്കുക. പക്ഷെ ശക്തമായ വിഷവാതകങ്ങൾ ഓസോണിനെ എന്ത് ചെയ്യുന്നു? അതിന്റെ ഓരോ സാന്ദ്രതയിലും അതിന്റെ ശക്തി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കൂ, ഓസോൺ ഈസ് ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ ഓക്സിജൻ. ഓസോൺ ഉണ്ടാവുന്നത് എങ്ങനെ? ഓക്സിജനും സൺലൈറ്റും കൂടി കലരുമ്പോഴാണ് ഓസോൺ പാളി രൂപം കൊള്ളുക. അത് 20 മുതൽ 50 കിലോമീറ്റർ ഉയരത്തിലാണ് നിലനിൽക്കുന്നത്. This action takes place naturally in the atmosphere but is very slow. Ozone is highly poisonous gas with strong odor. It is a form of oxygen that has 3 atoms in each molecule. It is considered the pollution at ground level and constitute a health hazard by causing respiratory ailment like asthma, bronchitis. It also causes harm to vegetation and lands to deteriorate further. അതായത് ഇവിടെ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, സൂര്യപ്രകാശം ഓക്സിജനിൽ ഏൽക്കുന്നതിലൂടെയാണ് ഓസോൺ പാളി രൂപപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 20 മുതൽ 50 വരെ കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് ഈ പാളി രൂപപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി ഈ പ്രവർത്തനം നടക്കുന്നു. പക്ഷേ വളരെ മന്ദഗതിയിലാണ് ഇത് നടക്കുന്നത്. എന്നാൽ വിഷം കലർന്ന ഉയർന്ന വാതകങ്ങൾ ഓസോൺ പാളിയെ ഓരോ തന്മാത്രയിൽ 3 ആറ്റമുള്ള ഓക്സിജന്റെ ഒരു രൂപമാണുള്ളത്. ഭൂനിരപ്പിൽ ഇത് മലിനീകരണമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ആസ്മ, ബ്രോങ്കിറ്റിസ് തുടങ്ങിയ ശ്വസന രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പോ ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുമ്പോൾ 3 ലെയറായിട്ടാണ് ഓസോൺ പാളി നിലകൊള്ളുന്നത്. പക്ഷെ ആ ലെയറുകൾക്കൊക്കെ സൂചനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ആസ്മ പോലുള്ള രോഗങ്ങൾക്കൊക്കെ അത് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ സസ്യജാലങ്ങൾക്കും മിക്കം കൂടുതൽ ദോഷം സംഭവിക്കുന്നു. അതേപോലെ തന്നെ മുകളിലെ അന്തരീക്ഷത്തിലെ ഓസോൺ എല്ലാത്തരം ജീവജാലങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ഓസോൺ പാളി എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മിയെ ഒരു പരമാവധി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓസോൺ പാളി നമ്മൾക്ക് ഉപകരിക്കുന്നത്. പക്ഷേ
വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ ഈ പാളികളിലൊക്കെ സുഷിരം സംഭവിക്കുകയും അങ്ങനെ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാൻ ഇടവരുകയും അത് സസ്യങ്ങൾക്കും മനുഷ്യനും പല രീതിയിൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനെ ദോഷകരമായ അൾട്രാ വയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിനാണ് ശരിക്കും എന്ത് ഉള്ളത്, ഓസോൺ പാളി ഉള്ളത്. പക്ഷേ ഈ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതോടുകൂടി ഓസോൺ പാളി നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ എന്ന് പറയുന്നത്. ഓസോൺ പാളിയുടെ നാശം, ശോഷണം. അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് ഏതിന്റെ നാശത്തിന് കാരണമാകുന്നത്? ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതാണ് ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് ന്യൂക്ലിയർ ഹോളോകോസ്റ്റ്. എന്താണ് ആണവ അപകടങ്ങളും ആണവ ഹോളോകോസ്റ്റും എന്താ എന്ന് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ ആക്സിഡന്റ്സ് എന്താ നോക്കൂ. ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് ന്യൂക്ലിയർ ഹോളോകോസ്റ്റ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ ഏതൊക്കെ പോയിന്റാ വെക്കുക? ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഓൺ ദ ഗ്ലോബൽ വാർമിങ്, ആസിഡ് റെയിന്, ഓസോൺ ലെയർ ഡിപ്ലഷൻ, ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് ന്യൂക്ലിയർ ഹോളോകോസ്റ്റ്. എന്താണ് ന്യൂക്ലിയർ ആക്സിഡന്റ് നോക്കൂ. ന്യൂക്ലിയർ എനർജി വാസ് റിസർച്ച്ഡ് ആൻഡ് ഡെവലപ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ക്ലീൻ ചീപ്പ് എനർജി കോമ്പൗണ്ട് ടു ഫോസിൽ ഫ്യൂൾസ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധമായ വില കുറഞ്ഞ ഊർജ സംയുക്തമായി ആണവോർജം ഗവേഷണം ചെയ്ത് വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധമായ വില കുറഞ്ഞ ഊർജ സംയുക്തമായി ഇന്ന് ന്യൂക്ലിയർ എനർജി ഗവേഷണം ചെയ്ത് എന്ത് ചെയ്തു, വികസിപ്പിച്ചെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ആണവോർജത്തിന്റെ ഗുണങ്ങൾക്കൊപ്പം അതിന്റെ തകർച്ചകളും വന്നു. ആണവോർജത്തിന്റെ പ്രകൃതി ദുരന്തങ്ങളായി മറ്റു ഊർജ സ്രോതസ്സുകളെയോ വേർതിരിച്ചെടുക്കുന്നതിനേക്കാൾ വലിയ ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണവ അപകടം വലിയ തോതിലും ദീർഘകാലത്തേക്കും ജീവൻ നഷ്ടപ്പെടുന്നതിനും ദീർഘകാല രോഗങ്ങൾക്കും സ്വത്തുവകകളുടെ നാശത്തിനും കാരണമാകുന്നു. അങ്ങനെ റേഡിയോ ആക്ടിവിറ്റിയിലും അതിന്റെ ഫലങ്ങളും പതിറ്റാണ്ടുകളായി ബാധിക്കുന്നതിനും ക്യാൻസർ, ജനിതക വൈകല്യങ്ങൾ എന്നിവയ്ക്കും നയിക്കുന്നു. അപ്പൊ നമ്മള് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാനാണ് ഏത് കൊണ്ടുവന്നത്? ന്യൂക്ലിയർ എനർജി കൊണ്ടുവന്നത്. പക്ഷെ ഇത് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതിന്റെ റേഡിയോ ആക്ടിവിറ്റി അന്തരീക്ഷത്തിലേക്ക് കലരുന്നത് കൊണ്ട് ക്യാൻസർ, ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക വൈകല്യങ്ങളെ, മരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധമായ വില കുറഞ്ഞ ഊർജ സംയുക്തമായി ആണവോർജം ഗവേഷണം ചെയ്ത് വികസിപ്പിച്ചെടുത്തു. ഇത് ഇങ്ങനെ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ന്യൂക്ലിയർ എനർജി വികസിപ്പിച്ചെടുത്തെങ്കിലും അത് പലതരത്തിലുള്ള പാരിസ്ഥിതിക ദോഷങ്ങൾക്കും കാരണമായി. മാത്രല്ല ആണവോർജത്തിന്റെ പ്രകൃതി ദുരന്തങ്ങൾക്കും മറ്റു ഊർജ സ്രോതസ്സുകളുടെ വേർതിരിച്ചെടുക്കുന്നതിനേക്കാൾ വലിയ ആഘാതങ്ങൾക്കും ഇത് കാരണമായി. മാത്രല്ല പിന്നെന്താ പറയുന്നത്? അതായത് ജീവജാലങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും ദീർഘകാല രോഗങ്ങൾക്കും സ്വത്തുക്കളുടെ നാശത്തിനൊക്കെ കാരണമായി. മാത്രല്ല ക്യാൻസർ, ജനിതക വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ ഈ ന്യൂക്ലിയർ ആക്സിഡന്റ് അഥവാ ന്യൂക്ലിയർ ഹോളോകോസ്റ്റ് കാരണമായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതും എന്തിന്റെ കാരണമാണ്? ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണമാണ്. അപ്പൊ ഈ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചത് പലതരത്തിലുള്ള പാരിസ്ഥിതിക ദോഷങ്ങൾക്കും കാരണമായി തീർന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ആണ്. ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി എന്താ എന്ന് നോക്കാം. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി പറഞ്ഞാല്? ഇവിടെ ശ്രദ്ധിക്കൂ. ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി അഥവാ കാലാവസ്ഥാ വ്യതിയാന അപകട സാധ്യത. ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി പറഞ്ഞാൽ എന്താ? കാലാവസ്ഥാ വ്യതിയാന അപകട സാധ്യത. Climate change is a major issue in the current perspective, and the impact of climate is affecting both natural ecosystem and society directly as well as indirectly.
നിലവിലെ കാഴ്ചപ്പാടിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന പ്രശ്നമാണ്. കൂടാതെ അതിന്റെ ആഘാതം പ്രകൃതി, പരിസ്ഥിതി, വ്യവസായത്തെയും സമൂഹത്തെയും നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ മേജർ ഇഷ്യൂ ഈസ് കറന്റ് പെർസ്പെക്റ്റീവ്. നിലവിലെ കാഴ്ചപ്പാടനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം പ്രധാന പ്രശ്നമാണ്. The impact of climate is affecting both natural ecosystem and society directly as well as indirectly. പിന്നെന്താണ് പറയുന്നത്? അത് സമൂഹത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നു. Water being almost fundamental and critical natural resource is highly sensitive climate change. ഏറ്റവും അടിസ്ഥാനപരവും നിർണായകവുമായ പ്രകൃതി വിഭവമായതിനാൽ ജലം കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ സെൻസിറ്റീവ് ആണ്. കാലാവസ്ഥാ പ്രതിഭാസങ്ങളിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ആഗോളമായിട്ടുള്ള എന്തിനും കാരണമാകുന്നുണ്ട്? ആഗോള ജലചക്രത്തെ മറിക്കുന്നതിനും കാരണമാകുന്നു. അതായത് ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. It has been observed that rapid change in climatic phenomena has modified global hydrological cycle. ഹൈഡ്രോളജിക്കൽ സൈക്കിളിനും കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അപകട സാധ്യത പറഞ്ഞാൽ എന്താ? നിലവിലെ കാഴ്ചപ്പാടിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന പ്രശ്നമാണ്. കൂടാതെ അത് പ്രകൃതിക്ക്, പരിസ്ഥിതിയെയും വ്യവസായത്തെയും സമൂഹത്തെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു. അടിസ്ഥാനപരവും നിർണായകമായ പ്രകൃതി വിഭവമായതിനാൽ ജലം കാലാവസ്ഥാ വ്യതിയാനത്തിനും മാത്രമല്ല ജലത്തിന്റെ ആഗോള ജലചക്രത്തിനും അത് കാരണമാകുന്നു. ഗ്ലോബൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനും കാരണമാകുന്നു. ഇനി എന്തൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാന അപകട സാധ്യതകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റിയിൽ ഏതൊക്കെ വരിക? ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി പറഞ്ഞാൽ ഏതൊക്കെയാണ്? വാലറബിലിറ്റി ഉണ്ട്, നാഷണൽ കണ്ടസ്റ്റ് ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നത് വാലറബിലിറ്റി, നാഷണൽ കണ്ടസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി, ഹോട്ട്സ്പോട്ട്. ഈ മൂന്നെണ്ണാണ് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റിയിൽ വരുന്നത്. അതിൽ എന്താണ് വാലറബിലിറ്റി നോക്കൂ. ദുർബലത എന്ന് പറയും. വാലറബിലിറ്റി എന്ന് പറഞ്ഞാല് IPCC 5th അസസ്മെന്റ് റിപ്പോർട്ട് 2007 has defined vulnerability to climate change broadly as the propensity or predisposition to be adversely affected. അതായത് IPCC 5ാം അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 2007 ഇപ്പൊ എന്താണ് വാലറബിലിറ്റി എന്നാണ് പറയുന്നത്. IPCC 5th അസസ്മെന്റ് റിപ്പോർട്ട് 2007 2007 IPCC 5ാം അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള ദുർബലതയെ പ്രതികൂലമായി ബാധിക്കാനുള്ള പ്രവണത നിർവചിച്ചിരിക്കുന്നത്. ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള ദുർബലതയെ പ്രതികൂലമായി ബാധിക്കാനുള്ള പ്രവണത എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. IPCC 5th അസസ്മെന്റ് റിപ്പോർട്ട് ഹാസ് ഡിഫൈൻഡ് vulnerability to climate change broadly, propensity to predisposition to be adversely affected എന്നാ പറയുന്നത്. IPCC 5ാം അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള ദുർബലതയെ പ്രതികൂലമായി ബാധിക്കാനുള്ള പ്രവണത എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. മാത്രല്ല പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? വാലറബിലിറ്റി encompass variety of concept and element including sensitive or susceptibility to harm and lack of capacity to cope and adapt. സംവേദനക്ഷമത അല്ലെങ്കിൽ ദോഷത്തോടുള്ള സംവേദനക്ഷമത, നേരിടാനും പൊരുത്തപ്പെടാനുമുള്ള കഴിവില്ലായ്മ
എന്നിവ ഉൾപ്പെടെ വിവിധ ആശയങ്ങളും ഘടകങ്ങളും ദുർബലതയെ ഉൾക്കൊള്ളുന്നു. അപ്പോ വാലറബിലിറ്റി, ദുർബലത എന്ന് പറഞ്ഞാല് എന്താണ്? ഇതിനോടുള്ള ദുർബലത പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന പ്രോബ്ലങ്ങളോ ഫേസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുർബലത. അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പൊരുത്തപ്പെടാനുള്ള കഴിവില്ലായ്മ എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാലറബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച ദുർബലത എന്നത് കാലാവസ്ഥ സാഹചര്യങ്ങളിലെ മാറ്റങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മയായിട്ടാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? വാലറബിലിറ്റിയെ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥയെ നേരിടാനുള്ള കഴിവില്ലായ്മയായിട്ടാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? വാലറബിലിറ്റിയെ സൂചിപ്പിക്കുന്നത്. മാറ്റങ്ങൾ കൂടുതൽ തീവ്രമാകുമ്പോൾ ആളുകൾ അവയുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി ഉണ്ടാകില്ല. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ തന്നെ കാലാവസ്ഥ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയെയാണ് എന്ത് പറയുന്നത്? ദുർബലത എന്ന് പറയുന്നത്, അഥവാ വാലറബിലിറ്റി എന്ന് പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുമ്പോൾ ആ വ്യതിയാനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത്? ദുർബലത. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കപ്പാസിറ്റി, നമുക്കതിനെ might not have the capacity to adapt to them. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്ത് പറയുന്നത്? ദുർബലത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇരയാകാൻ സാധ്യതയുള്ളവരായി കണക്കാക്കപ്പെടുന്ന ആളുകളാണ് ഏതിൽ വരിക? വാലനറബിലിറ്റിയിൽ വരുന്നത്. അപ്പൊ വാലനറബിലിറ്റി എന്ന അത്രേ ഉള്ളൂ. IPCC 5th അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള ദുർബലതയെ പ്രതികൂലമായി ബാധിക്കാനുള്ള പ്രവണത എന്ന് നിർവചിച്ചിരിക്കുന്നു. മാത്രമല്ല, ഏത് തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാലും അതിനെന്നും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയെയാണ് വാലനറബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നാഷണൽ കണ്ടസ്റ്റ്. എന്താ നാഷണൽ കണ്ടസ്റ്റ് പറഞ്ഞാൽ? ദേശീയ കണ്ടസ്റ്റ് എന്ന് പറയും. Climate change is expected to manifest quite significantly in India. India is much affected by climate change not only because of high physical exposure to climate-related disasters. 55% of India drought prone, 12% food prone, and 8% susceptible by cyclone. ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രകടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിൽ വളരെയധികം ബാധിക്കുന്നു. കാലാവസ്ഥ സംബന്ധമായ ദുരന്തങ്ങളിലേക്കുള്ള ഉയർന്ന ശരാശരി സമ്പർക്കം കാരണം ഇന്ത്യയുടെ 65% വരൾച്ചയ്ക്കും 12% ഭക്ഷ്യക്ഷാമത്തിനും 8% ചുഴലിക്കാറ്റുകൾക്കും സാധ്യതയുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ 65% ഇന്ത്യയെ എന്തായിട്ടാ? വരൾച്ചയ്ക്ക് സാധ്യതയുള്ള പ്രദേശമായിട്ടും 55% ഓഫ് ഇന്ത്യ ഡ്രോട്ട് പ്രോൺ, 65% ഡ്രോട്ട് പ്രോൺ ആയിട്ടും വരൾച്ചയ്ക്ക് സാധ്യതയുള്ള പ്രദേശമായിട്ടും 12% ഫുഡ് പ്രോൺ, 12% ഭക്ഷ്യക്ഷാമമുള്ള പ്രദേശമായിട്ടും 8% സസ്പിറ്റബിൾ ടു സൈക്ലോൺ, 8% ചുഴലിക്കാറ്റുകൾക്ക് സാധ്യതയുള്ള പ്രദേശമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. ഇതാണ് നാഷണൽ കണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥയുടെ ഒരു നാഷണൽ കണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 65% ഡ്രോട്ട് പ്രോൺ ആയിട്ടും 12% ഫുഡ് പ്രോൺ ആയിട്ടും 8% സസ്പിറ്റബിൾ ടു സൈക്ലോൺ ആയിട്ടുമാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ വിലയിരുത്തിയിട്ടുള്ളത്. 65% വരൾച്ചയ്ക്ക് സാധ്യതയുള്ള പ്രദേശമായിട്ടും 12% ഭക്ഷ്യക്ഷാമത്തിന് നേരിടുന്ന പ്രദേശമായിട്ടും 8% ചുഴലിക്കാറ്റുകൾ നേരിടുന്ന പ്രദേശമായിട്ടാണ് ഇന്ത്യയുടെ ദേശീയ സന്ദർഭത്തെ വ്യക്തമാക്കുന്നത്. കൂടാതെ but also because of the dependency of its economy and the majority of population on climate sensitive sectors. പിന്നെന്താണ് പറയുന്നത്? അതിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഭൂരിഭാഗം ജനങ്ങളും കാലാവസ്ഥ സെൻസിറ്റീവ് മേഖലകളായിട്ടുള്ള കൃഷി, വനം, ടൂറിസം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നിവയെ ആശ്രയിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിന്
കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം ആളുകൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ കൃഷിയെയും ഫോറസ്റ്റിനെയും ടൂറിസത്തെയും ആനിമൽ ഹസ്ബൻഡറിയെയും ഫിഷറീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളായതിനാൽ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഉള്ള ആളുകളെ തന്നെയാണ് ബാധിക്കുക. മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നാണ് 2005 ബിനെറ്റ് മെലോൺ എന്ന സംഘടന വ്യക്തമാക്കുന്നത്. അപ്പോ എത്രത്തോളം കാലാവസ്ഥാ വ്യതിയാനം എത്ര ശതമാനം ഉണ്ട് എന്നും ഏതൊക്കെ മേഖലകളിലാണ് ആളുകൾ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അഗ്രികൾച്ചർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ടൂറിസം ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്. അതൊക്കെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മേഖലകളാണ്. പക്ഷെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഇവരെയൊക്കെ ദോഷകരമായി ബാധിക്കും എന്നതാണ് ഇന്ത്യയുടെ എന്തായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, നാഷണൽ കണ്ടസ്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട്സ്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട്സ്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കൂ. അതായത് കാലാവസ്ഥാ വ്യതിയാന സാധ്യത ഹോട്ട്സ്പോട്ടുകൾ. എവിടൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന മേഖലകൾ എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാലാവസ്ഥാ വ്യതിയാന ഹോട്ട്സ്പോട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വാലറബിലിറ്റി ഹോട്ട്സ്പോട്ട്, കാലാവസ്ഥാ വ്യതിയാന സാധ്യത ഹോട്ട്സ്പോട്ടുകൾ. The identification of hotspots of climate change vulnerability depends upon existing knowledge on the subject. കാലാവസ്ഥ വ്യതിയാനം സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളെ തിരിച്ചറിയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവിന്റെ വ്യാപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് കാലാവസ്ഥ വ്യതിയാന സാധ്യതയുള്ള പ്രദേശങ്ങളെ തിരിച്ചറിയുന്നത് നമ്മുടെ അറിവിന്റെ വ്യാപ്തിക്കനുസരിച്ചാണ്. ചില ആളുകൾക്ക്, അതായത് കാലാവസ്ഥ നിരീക്ഷകർക്ക്, അവർക്ക് ചില ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന ഏരിയയാണ്. കുന്നം പ്രദേശങ്ങളെ, ഉയർന്നുള്ള മണ്ണൊക്കെ നന്നായി പൊന്തി നിൽക്കുന്ന കുന്നിൻ പ്രദേശങ്ങളുടെയൊക്കെ താഴ്വരയിലുള്ളവരോട് പറയും ആർക്കിയോളജിസ്റ്റ് വിഭാഗം ഇടിയാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാന സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളെ തിരിച്ചറിയുന്നത് അതിന്റെ അറിവിന്റെ വ്യാപ്തിയെ ആശ്രയിക്കുന്നു എന്ന് പറയാനുള്ള കാരണം കേട്ടോ. വിച്ച് ഈസ് ഹാവിംഗ് ഗ്രോത്ത് റീസെന്റ് ഇയേഴ്സ്. According to the Asian Development Bank 2009, low-lying coastal area, Atlantic region and semi-arid area are the hotspot vulnerable to climate change. ഈ സമീപ വർഷങ്ങളിൽ വളർന്നു വരികയാണ് 2009 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ തീരുമാനപ്രകാരം താഴ്ന്ന പ്രദേശങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ, അർദ്ധവരണ്ട പ്രദേശങ്ങൾ എന്നിവയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകൾ. ഇപ്പൊ 2009 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ അഭിപ്രായത്തില് ഏതൊക്കെ സ്പോട്ടുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രദേശങ്ങള്? ഡെലാറ്റിക് റീജിയൻ, സെമി ആറിഡ് ഏരിയ ആർ ദ ഹോട്ട്സ്പോട്ട് വാലനറബിൾ ക്ലൈമറ്റ് ചേഞ്ച്. 2009 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിർദ്ദേശം അനുസരിച്ച് താഴ്ന്ന പ്രദേശങ്ങളും ഡെൽറ്റ പ്രദേശങ്ങളും വരണ്ട പ്രദേശങ്ങൾ എന്നിവയാണ്, താഴ്ന്ന പ്രദേശങ്ങളും ഡെൽറ്റ പ്രദേശങ്ങളും വരണ്ട അർദ്ധവരണ്ട പ്രദേശങ്ങൾ എന്നിവയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഭാഗങ്ങളായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളായിട്ട് പറയുന്നത്. അപ്പോ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രദേശങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെ ഭാഗങ്ങളാ? ലോലേയിങ് കോസ്റ്റൽ ഏരിയ. ലോലേയിങ് കോസ്റ്റൽ ഏരിയ പറഞ്ഞാൽ എന്താണ്? ഏതാണ് ലോലേയിങ് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്? ഏത് ഭാഗത്തിനെയാണ്? താഴ്ന്ന പ്രദേശങ്ങളെയാണ് അല്ലേ? താഴ്ന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ലോ ലെയൽ കോസ്റ്റൽ ഏരിയ. അപ്പൊ ലോ ലെയൽ കോസ്റ്റൽ ഏരിയയും ഡെൽറ്റിക് റീജിയൻ, ഡെൽറ്റ പ്രദേശങ്ങളും സെമി ആരിഡ് ഏരിയ,
അർദ്ധവരണ്ട പ്രദേശങ്ങൾ എന്നിവയെയാണ് ഏതായി തിരിച്ചിട്ടുള്ളത്? ഹോട്ട്സ്പോട്ടുകളാക്കി തിരിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന സ്പോട്ടുകളായിട്ട് 2009 വേൾഡ് ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 2009 പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഒന്നോ അതിലധികമോ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രതികൂല ആഘാതത്തിന് താരതമ്യേന ഉയർന്ന അപകട സാധ്യതയുള്ള നിർദ്ദിഷ്ട പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ടുകളായി നിർവചിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇവിടെ ഹോട്ട്സ്പോട്ടുകൾ? ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളായി പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കോളൂ. ദ വെസ്റ്റ് കോസ്റ്റ്, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? പടിഞ്ഞാറൻ തീരൻ, അതായത് വെസ്റ്റ് കോസ്റ്റ്, പടിഞ്ഞാറൻ തീരം, പിന്നെ ഗംഗ ബ്രഹ്മപുത്ര സമതലം, അതേപോലെ തന്നെ കിഴക്കൻ തീരത്തുള്ള മഹാനദി, കൃഷ്ണ, ഗോദാവരി, രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങൾ എന്നിവയൊക്കെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? ഹോട്ട്സ്പോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. അത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്? അത് എങ്ങനെ കണക്കാക്കുക? കണ്ടുപിടിക്കുക എന്തൊക്കെ നോക്കിയിട്ടാ? താഴ്ന്ന പ്രദേശങ്ങളും ഡെൽറ്റ പ്രദേശങ്ങളും അർദ്ധവരണ്ട പ്രദേശങ്ങളും ഒക്കെയാണ് ഹോട്ട്സ്പോട്ട് ഏരിയ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രല്ല, ഇന്ത്യയിൽ ഹോട്ട്സ്പോട്ട് ഏരിയ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരവും ഗംഗ ബ്രഹ്മപുത്ര പ്രദേശങ്ങളും കിഴക്കൻ തീരവും മഹാനദി, കൃഷ്ണ, ഗോദാവരി, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇന്ത്യയുടെ ഹോട്ട്സ്പോട്ടുകളാണ്. അതേപോലെ തന്നെ INCCAയുടെ 2012 INCCAയുടെ കാഴ്ചപ്പാടില് ജൈവ വൈവിധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥാ വ്യതിയാന സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളായി തീരദേശങ്ങൾ, പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം തുടങ്ങിയ 4 മേഖലകളെ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പൊ 2012 കൺസിഡർഡ് ഓൺലി 4 റീജിയൻ, നെയ്മിലി കോസ്റ്റൽ ഏരിയ, വെസ്റ്റേൺ ഘാട്ട്, നോർത്ത് ഈസ്റ്റ്, ഹിമാലയ. ഹോട്ട്സ്പോട്ട് ക്ലൈമറ്റ് ചേഞ്ച് വാലിയറബിലിറ്റി ബേസ്ഡ് ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ലെഫ്റ്റ് ദ വെസ്റ്റേൺ ഡ്രൈ ലാൻഡ് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബയോഫിസിക്കൽ എൻറ്റൈറ്റി ഓഫ് ഇന്ത്യ. 2012 ജൈവ വൈവിധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥാ വ്യതിയാന സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളായിട്ട് തീരദേശങ്ങൾ, പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം തുടങ്ങിയ 4 മേഖലകളെ പരിഗണിച്ചിട്ടുണ്ട്. അതേപോലെ 2011 ഐഡന്റിഫൈ ചെയ്തത് ഡ്രൈലാൻഡ്, മൗണ്ടൻസ് റീജിയൻ ആൻഡ് ലോ എലിവേഷൻ കോസ്റ്റൽ സോൺ ഏരിയ ഓഫ് ഹോട്ട്സ്പോട്ട്. 2011 വരണ്ട ഭൂമികൾ, പർവ്വത പ്രദേശങ്ങൾ, താഴ്ന്ന ഉയരത്തിലുള്ള തീരദേശ മേഖലകൾ എന്നിവയെയും ഹോട്ട്സ്പോട്ടുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതായത് ദുരന്തം നേരിടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. ഈ ഹോട്ട്സ്പോട്ടിനെ കണ്ടെത്തുന്നത് ഏതൊക്കെ രീതിയിലാണ്? താഴ്ന്ന പ്രദേശങ്ങളും ഡെൽറ്റ പ്രദേശങ്ങളും അർദ്ധവരണ്ട പ്രദേശങ്ങളെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഹോട്ട്സ്പോട്ട് തിരിക്കുക. അങ്ങനെ തിരിച്ചിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളാണ് ഏതൊക്കെ? പടിഞ്ഞാറൻ തീരം, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശങ്ങൾ, മഹാനദി, കൃഷ്ണ, ഗോദാവരി തുടങ്ങിയ പ്രദേശങ്ങളെ, രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളൊക്കെ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണങ്ങളാണ്. 2012 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളാണ് ഏതൊക്കെ? ഹിമാലയൻ റീജിയൻസ്, വെസ്റ്റേൺ ഘാട്ട്, നോർത്ത് ഈസ്റ്റ് ഹിമാലയൻ, അതായത് പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയൻ എന്നീ മേഖലകളെയും ഹോട്ട്സ്പോട്ട് ഏരിയയായി നിർവചിച്ചിട്ടുണ്ട്. 2011 ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടെത്തിയ എങ്ങനത്തെ പ്രദേശങ്ങളാ? വരണ്ട ഭൂമികളും പർവ്വത പ്രദേശങ്ങളും താഴ്ന്ന ഉയരത്തിലുള്ള തീരദേശ മേഖലകൾ. 2011 ഐഡന്റിഫൈഡ് ഡ്രൈ ലാൻഡ്, മൗണ്ടൻ റീജിയൻ, ലോ എലിവേഷൻ കോസ്റ്റൽ സോൺ ഒക്കെ ഹോട്ട്സ്പോട്ടുകളായി നിർവചിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് വാലിനറബിലിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഹായ് സ്റ്റുഡൻറ്, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വാലിനറബിലിറ്റി ഹോട്ട്സ്പോട്ട് ആയിരുന്നു. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് നോക്കിക്കോളൂ. ദ ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ. IHR എന്ന് പറയും.
ഇന്ത്യൻ എന്നുള്ളത് ഐയും ഹിമാലയത്തെ എച്ചും റീജിയൻ എന്നുള്ളത് ആറും. അതാണ് IHR എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇന്ത്യൻ ഹിമാലയൻ റീജിയന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. It stretches across states in the western and eastern Himalaya and provides critical ecosystem services for communities in mountain and downstream plains. അതായത് it stretches across states in the western and eastern Himalaya and provides critical ecosystem സർവീസസ് ഫോർ കമ്മ്യൂണിറ്റി ഇൻ മൗണ്ടൻ ആൻഡ് ഡൗൺ സ്ട്രീം പ്ലാന്റ്സ്. ഇവിടെ എന്താണ് പറയുന്നത്? ഹിമാലയത്തിലെ പടിഞ്ഞാറൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ഇത് പർവ്വത നിരകളിലെയും താഴ്ന്ന പ്രദേശങ്ങളിലെയും സമൂഹങ്ങൾക്ക് നിർണായക ആവാസ വ്യവസ്ഥ സേവനങ്ങൾ നൽകുന്നു. അപ്പോൾ ഹിമാലയത്തിലെ പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ഈ പർവ്വതനിര താഴ്ന്ന പ്രദേശങ്ങളിലെയും അതേപോലെ തന്നെ മൗണ്ടൻസ് ആൻഡ് ഡൗൺ സ്ട്രീം പ്ലാന്റ്സ് എന്നാ പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലെയും സമൂഹങ്ങൾക്ക് നിർണായക ആവാസ വ്യവസ്ഥാ സേവനങ്ങൾ നൽകുന്നു. ഒരു എക്കോ സിസ്റ്റം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറൻ പർവ്വത മേഖലകളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന അതായത് ഹിമാലയൻ പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഹിമാലയൻ പർവ്വത നിരകൾ ആർക്കൊക്കെയാണ് എക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്? താഴ്ന്ന പ്രദേശങ്ങളിലെ സമൂഹങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു ആവാസ വ്യവസ്ഥ അഥവാ എക്കോ സിസ്റ്റം എന്ന് പറയും. ആവാസ വ്യവസ്ഥയും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ അതുകൊണ്ട് നമുക്ക് IHR കവേഴ്സ്. IHR എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ. IHR covers vast areas with about 70% of the region being under permanent snow cover and glaciers and about 13-40% under seasonal snow cover, formatting a unique water reservoir. അതായത് ഇവിടെ IHR കവേഴ്സ്. IHR എന്ന് പറയുന്നത് ഏതാ? ഹിമാലയൻ റീജിയൻ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഏകദേശം 17% പ്രദേശം സ്ഥിരമായും മഞ്ഞു മൂടിയതും ഹിമാനികളുമാണ്. ഹിമാലയ പർവ്വതനിരയുടെ 70% ഏരിയാസും എപ്പോഴും എങ്ങനെ തന്നെയാണ്? 17% ഏരിയയും എപ്പോഴും മഞ്ഞു മൂടിയ പ്രദേശമായിട്ടാണ് നിലകൊള്ളുന്നത്. ഹിമാലയൻ റീജിയന്റെ 70% ഭാഗവും എപ്പോഴും മഞ്ഞു മൂടിയതായിട്ടാണ് നിലകൊള്ളുന്നത്. മാത്രല്ല പിന്നെന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? സീസൺ ടൈം ആയിരിക്കുമ്പോൾ 30-40 സീസൺ മഞ്ഞു മൂടിയതാണ്. 30-40% മേഖലകളിലും സീസൺ ടൈമിൽ എങ്ങനെയായിരിക്കും? മഞ്ഞു മൂടിയതായിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇതൊരു സവിശേഷ ജലസംഭരണിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ റിസർവൈവർ ആയിട്ട് മാറുന്നു. കാരണം ഹിമാലയ പർവ്വതനിരയിലെ 17% ഭാഗവും എന്നും മഞ്ഞു മൂടിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. മാത്രല്ല സീസൺ ടൈമില് എങ്ങനെയായിരിക്കുന്ന പറയുന്നത്? അണ്ടർ പെർമനന്റ് സ്നോ കവർ ആൻഡ് ഗ്ലേഷ്യറി അബൌട്ട് 30-40% അണ്ടർ സീസണൽ സ്നോ കവർ. ഒരു സീസണൽ പീരീഡില് 30-40% ഏരിയയും മഞ്ഞു മൂടി കിടക്കുന്നു. അതുകൊണ്ട് ഇതൊരു സവിശേഷ ജലസംഭരണിയായി മാറാൻ കാരണമാകുന്നു. This feeds important perennial rivers that provide water for drinking, irrigation and hydropower. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനപ്പെട്ട വറ്റാത്ത നദികളെ പോഷിപ്പിക്കുന്നതിനും this feeds important perennial rivers
അതായത് മറ്റ് നദികളിൽ ജലം നിലനിൽക്കുന്നതിനും അതേപോലെ തന്നെ പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് പിന്നെ എന്താണ്, ഇത് പ്രധാനപ്പെട്ട വറ്റാത്ത നദികളെ പരിപോഷിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ജലസേചനത്തിനും ജലവൈദ്യുതിക്കും വെള്ളം നൽകുന്നു. ഇറിഗേഷൻ അതായത് പ്രൊവൈഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, അതായത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിന് ശുദ്ധജല ലഭ്യതയ്ക്കും ഇറിഗേഷൻ അതേപോലെ തന്നെ പിന്നെ ഇറിഗേഷൻ ഫെസിലിറ്റിക്കും അതേപോലെ തന്നെ ജലവൈദ്യുതി ഹൈഡ്രോ പവറിനുമൊക്കെ ജലം ലഭ്യമാകുന്നു. ഈ സദാസമയം ഹിമാലയ പർവ്വതം മഞ്ഞു മൂടി നിൽക്കുന്നതിനാൽ അതിൻ്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളിൽ ഒരുപാട് ജലലഭ്യത ഉണ്ടാകുന്നതിനും അതിലൂടെ ശുദ്ധജല ലഭ്യതയ്ക്കും ജലസേചന സൗകര്യത്തിനും ഹൈഡ്രോ പവർ അതായത് വൈദ്യുതി ഉൽപാദനത്തിനൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എവരി ഇയർ about 100,000,000 of water flows from Himalayan rivers. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ വർഷവും ഏകദേശം 1,00,000,000,000 വാട്ടറാണ് എന്ത് ചെയ്യപ്പെടുന്നത്, മറ്റു നദികളിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ഹിമാലയ പർവ്വതമുകളിൽ നിന്ന്. 100,00,000,000 of water flow from Himalayan rivers. ഹിമാലയ പർവ്വതമുകളിൽ നിന്നും മഞ്ഞുരുകിക്കൊണ്ട് റിവേഴ്സിലേക്ക് എത്ര മില്യൺ വാട്ടർ എത്തുന്നുണ്ട് എന്നാ പറയുന്നത്, 100,00,000,000 വാട്ടറാണ് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ IHR ഈസ് ഹോം നിയർലി 4% ഓഫ് കൺട്രി പോപ്പുലേഷൻ ആൻഡ് പ്രൊവൈഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ലീവ്ലിഹുഡ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര ജനസംഖ്യയുടെ 4% പേർ ഏത് ഏരിയയിൽ താമസിക്കുന്നുണ്ട് എന്നാ പറയുന്നത്, ഹിമാലയൻ റീജിയണിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഉൽപാദനത്തിനും ഇറിഗേഷൻ ഫെസിലിറ്റിക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട് ഹിമാലയൻ റീജിയൻ. അതുകൊണ്ട് തന്നെ 4% ജനങ്ങളെങ്കിലും ഏകദേശം 4% പോപ്പുലേഷൻ എങ്കിലും എവിടെ താമസിക്കുന്നുണ്ട്, ഹിമാലയൻ താഴ്വരകളിൽ താമസിക്കുന്നു. മാത്രമല്ല ആ താഴ്വരകളിൽ താമസിക്കുന്നവർക്ക് ജീവനോപാധികൾ കണ്ടെത്തുന്നതിനും ഇത് നേരിട്ടോ അല്ലാതെയോ അവർക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ജീവനോപാധി കണ്ടെത്തുന്നതിനും ഈ ഒരു ഹിമാലയ പർവ്വത മേഖല സഹായകമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളെ, നിങ്ങളോട് IHRനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും കമ്പൽസറി ആയിട്ട് വെക്കണം കേട്ടോ. കാരണം നമ്മളുടെ എക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഹിമാലയൻ റീജിയൻ. എല്ലാ കാലഘട്ടത്തിലും 70% സ്നോവിലാണ് നിലനിൽക്കുന്നത്. സീസൺ ടൈമിൽ അത് 30 to 40% ആയിരിക്കും. കൂടാതെ നമുക്ക് ഒരുപാട് ഇറിഗേഷൻ ഫെസിലിറ്റിക്കും ഹൈഡ്രോ പവറിനും ഡ്രിങ്കിങ് വാട്ടറിനും ഒക്കെ ഏത് സഹായകമാകുന്നുണ്ട്, ഹിമാലയൻ മേഖലയിൽ നിന്നും ഒഴുകി വരുന്ന വാട്ടർ കാരണമാകുന്നുണ്ട്. എത്ര ദശലക്ഷം മില്യൺ ആണ് അത് ഒഴുകി വരുന്നത്, 100,00,000,000 വാട്ടറാണ് ഓരോ സമയങ്ങളിലും നദികളിലേക്ക് ഒഴുകി വരുന്നത്. അതുകൊണ്ട് എത്ര ശതമാനം ജനങ്ങളാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, 4%. IHR ഈസ് ഹോം ടു നിയർലി 4% ഓഫ് ദ കൺട്രി പോപ്പുലേഷൻ ആൻഡ് പ്രൊവൈഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ലീവ്ലിഹുഡ്. 4% ജനങ്ങൾ നേരിട്ടും അല്ലാതെയും അവിടെ സ്ഥിരതാമസമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഹിമാലയൻ റീജിയന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിക്കോളൂ. ഹിമാലയ കോൺസ്റ്റിറ്റ്യൂട്ടൻ headwaters of major rivers of South Asia is highly vulnerable to climate change. അതേപോലെ സെക്കൻഡ് പാരഗ്രാഫിലൂടെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. ഹിമാലയ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഹെഡ് വാട്ടേഴ്സ് ഓഫ് മേജർ റിവേഴ്സ് ഓഫ് സൗത്ത് ഏഷ്യ ഈസ് ഹൈലി വാലിനറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളുടെ ഉറവിടമായ ഹിമാലയം കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ ഇരയാകുന്നുണ്ട്. ഹിമാലയ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഹെഡ് വാട്ടേഴ്സ് ഓഫ് മേജർ റിവേഴ്സ് ഓഫ് സൗത്ത് ഏഷ്യ ഈസ് ഹൈലി വാലിനറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച്.
ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളുടെ ഉറവിടമായ ഹിമാലയം കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെയധികം ഇരയാകുന്നുണ്ട് എന്ന് 2007 വ്യക്തമാക്കി കഴിഞ്ഞു. Owing to constraint of territorial subsistence, agriculture constitutes main source of food and livelihood, even though availability of arable land is severely limited and agricultural productivity is low. ഭൂപ്രകൃതിയുടെ പരിമിതികൾ കാരണം കൃഷിയോഗ്യമായ ഭൂമിയുടെ ലഭ്യത വളരെ പരിമിതവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 2007 ഒരു റിപ്പോർട്ട് പ്രകാരം, ഏത് റിപ്പോർട്ടാണ്? ICIMOD റിപ്പോർട്ട് പ്രകാരം ഹിമാലയ പർവ്വത മേഖലകളിൽ ഹിമാലയ പർവ്വത മേഖല എന്ന് പറയുന്നത് നദികളുടെ ഉറവിടമാണ്. ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളുടെ ഉറവിടമായ ഹിമാലയം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുണ്ട് എന്ന് 2007 ICIMOD റിപ്പോർട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഓവിങ് ടു കൺസ്ട്രെയിൻ ഓഫ് ടെറിറ്റോറിയൽ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് main source of food and livelihood, even though the availability of arable land is severely limited and agricultural productivity is low. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഭൂപ്രകൃതിയുടെ പരിമിതികൾ കാരണം കൃഷിയോഗ്യമായ ഭൂമിയുടെ ലഭ്യത വളരെ പരിമിതവും കാർഷിക ഉൽപാദനക്ഷമത കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഹിമാലയ പർവ്വത മേഖലയ്ക്ക് എന്ത് ദൂഷ്യഫലങ്ങൾ ഉണ്ടായാലും അത് ബാധിക്കുക അതിൻ്റെ താഴ്വര പ്രദേശങ്ങളെയാണ്. അവിടെ ഏതിൻ്റെ ലഭ്യത കുറയുന്നു എന്നാ പറയുന്നത്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഈസ് ലോ. കാർഷിക മേഖല അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ലോ ആകാൻ കാരണമാകുന്നു. എന്തുകൊണ്ട്? ഹിമാലയ പർവ്വത മേഖലയ്ക്ക് ഇന്ന് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴ്വര ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇന്ന് എന്തായി തീരുന്നു എന്നാ പറയുന്നത്? കുറയാൻ കാരണമാകുന്നു. ഇന്ന് ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളുടെ ഉറവിടമായിട്ടുള്ള ഹിമാലയം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇരയാകുന്നു. ഭൂപ്രകൃതിയുടെ പരിമിതികൾ കാരണം കൃഷിയോഗ്യമായ ഭൂമിയുടെ ലഭ്യത വളരെ പരിമിതവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിനും കാരണമാകുന്നു. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫിലൂടെ നമുക്ക് ഹിമാലയൻ റീജിയനെ കുറിച്ച് പ്രസ്താവിക്കാനുള്ളത്. അടുത്തത് തേർഡ് പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റെജിംസ് ഓഫ് ഹെഡ് വാട്ടേഴ്സ് eroding biodiversity and undermining livelihood and food security both in mountains and adjoining lowlands. Moreover, climate change has stressed traditional agricultural system through higher mean annual temperature, fast melting of snow and glaciers, erratic rainfall, and increased frequency and severity of extreme weather events. തേർഡ് പാരഗ്രാഫിൽ അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ജലാശയങ്ങളുടെ അവസ്ഥ, പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുകയും ഉപജീവന മാർഗത്തെയും ഭക്ഷ്യസുരക്ഷയെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. Regimes of headwaters eroding biodiversity and undermining livelihood and food security both in mountain and adjoining lowlands. അപ്പോൾ ഈ ഹിമാലയ പർവ്വത മുകളിൽ നിന്നും താഴ്വാരത്തേക്ക് ഒഴുകിയെത്തുന്ന ജലാശയങ്ങളുടെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ കാരണം പർവ്വതങ്ങളിലും മൗണ്ടൻസിലും, പിന്നെ മൗണ്ടൻസ് ആൻഡ് അഡ്ജോയിനിങ് ലോലാൻഡ് എന്ന് പറഞ്ഞാൽ സമീപ പ്രദേശങ്ങളിലും ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുകയും ഉപജീവന മാർഗത്തെയും ഭക്ഷ്യസുരക്ഷയെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ബയോഡൈവേഴ്സിറ്റി ആൻഡ് അണ്ടർമൈനിങ് ലിവ്ലിഹുഡ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ബോത്ത് ഇൻ മൗണ്ടൻ ആൻഡ് അഡ്ജോയിനിങ് ലോ ലാൻഡ്സ് എന്നാണ് പറയണത്. അതായത് ജലാശയങ്ങളുടെ
മോശമായ അവസ്ഥ കാരണം ഹിമാലയ മേഖലകളിലെ സമീപ പ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യത്തെ അത് നശിപ്പിക്കുകയും ലീവ്ലിഹുഡ് ഉപജീവന മാർഗത്തെയും പിന്നെന്താണ് ഫുഡ് സെക്യൂരിറ്റി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷയെയും അത് എന്ത് ചെയ്യുന്നു, ദുർബലപ്പെടുത്തുന്നു. കൂടാതെ മോർ ഓവർ ക്ലൈമറ്റ് ചേഞ്ച് ഹാവ് സ്ട്രെസ്ഡ് ട്രഡീഷണൽ അഗ്രികൾച്ചറൽ സിസ്റ്റം ത്രൂ higher annual temperature, fast melting of snow and glaciers, erratic rainfall and increased frequency and severity of extreme weather events. മാത്രമല്ല ഉയർന്ന ശരാശരി വാർഷിക താപനിലയും മഞ്ഞും ഹിമാനികൾ വേഗത്തിൽ ഉരുകുന്നതിനും ക്രമരഹിതമായ മഴയ്ക്കും കാലാവസ്ഥയുടെ ആവൃത്തിയും തീവ്രതയിലുള്ള ഏറ്റക്കുറച്ചിലിനും അത് പരമ്പരാഗത കാർഷിക വ്യവസ്ഥ നശിക്കുന്നതിനും കാരണമാകുന്നു. അപ്പോൾ വല്ലാതെ ഹൈ ടെമ്പറേച്ചർ ചൂട് ഹിമാലയ പർവ്വത മേഖലകളിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞ് പെട്ടെന്ന് മെല്ലെ ഉരുകേണ്ട മഞ്ഞ് പെട്ടെന്ന് ഉരുകി അത് താഴേക്ക് പതിക്കുന്നതിനും അതുമൂലം അത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സിസ്റ്റത്തെ വളരെ എഫക്റ്റീവായി ബാധിക്കുന്നതിനും കാരണമാകുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മോർ ഓവർ മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ച് ഹാവ് സ്ട്രെസ്ഡ് ട്രഡീഷണൽ അഗ്രികൾച്ചറൽ സിസ്റ്റം ത്രൂ ഹയർ മാനുവൽ ടെമ്പറേച്ചർ, ഫാസ്റ്റ് മെൽറ്റിംഗ് ഓഫ് സ്നോ ആൻഡ് ഗ്ലേഷ്യേഴ്സ്, എറാട്ടിക് റെയിൻഫാൾ ആൻഡ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ആൻഡ് സെവറിറ്റി ഓഫ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. ഉയർന്ന ശരാശരി താപനില എന്തിന് കാരണമാകും? മഞ്ഞും ഹിമാനികളും വേഗത്തിൽ ഉരുകുന്നതിനും മാത്രമല്ല അത് ക്രമാതീതമായ മഴ, തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനും അതിലൂടെ ഈ കാലാവസ്ഥാ വ്യതിയാനം പരമ്പരാഗത കാർഷിക വ്യവസ്ഥയെ തകർക്കുന്നതിനും കാരണമാകുന്നു. ഹൈ ടെമ്പറേച്ചർ കാരണം മഞ്ഞുരുകി കഴിയുമ്പോൾ അത് താഴേക്ക് ആ മഞ്ഞാണ് മഴവെള്ളം പോലെ താഴേക്ക് പതിക്കുക. അതും കൃഷിനാശത്തിന് കാരണമാകുന്നാണ് പറയുന്നത്. ഒരു മിതമായ രീതിയിലെ ടെമ്പറേച്ചർ പാടുള്ളൂ. ഹൈ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മഞ്ഞുരുകുന്നതിനും കൃഷി നശിക്കുന്നതിനൊക്കെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനും അത് കൃഷിനാശത്തിനൊക്കെ കാരണമാകുന്നുണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഏതിൽ മനസ്സിലാക്കാനുള്ളത്? ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ. ഇപ്പൊ കുട്ടികളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ. ഇന്ത്യൻ ഹിമാലയ പർവ്വതത്തെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഇനി ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കഷൻ നടത്താം. അപ്പൊ അടുത്ത ടോപ്പിക്ക്, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ. അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തപ്പെടുക. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുമായിട്ട് പൊരുത്തപ്പെടുന്ന അവസ്ഥ. അതിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ എന്ന് പറയുക. അപ്പോൾ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം കൊണ്ടുള്ള പൊരുത്തപ്പെടൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ എന്ന് പറയുമ്പോൾ അഡാപ്ഷൻ is defined by IPCC 2014 as in human system the process of adjustment to actual or expected climate and its effect in order to moderate harm or exploit beneficial opportunity. അതായത് പൊരുത്തപ്പെടൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഏത് പ്രകാരം? IPCC 2014 IPCC പ്രകാരം അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യവസ്ഥയിൽ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ ദോഷം കുറയ്ക്കുന്നതിനോ യഥാർത്ഥമോ പ്രതീക്ഷിക്കുന്നതോ ആയ കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയ എന്നാണ് പൊരുത്തപ്പെടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഡാപ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ IPCC ആസ് ഇൻ ഹ്യൂമൻ സിസ്റ്റം ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. മനുഷ്യ വ്യവസ്ഥയിൽ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ
അതേപോലെ ദോഷം കുറയ്ക്കുന്നതിനോ യഥാർത്ഥമോ പ്രതീക്ഷിക്കുന്നതോ ആയ കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയ എന്നാണ് പൊരുത്തപ്പെടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. IPCC 2014 പ്രകാരം ഹ്യൂമൻ സിസ്റ്റത്തിൽ മനുഷ്യ വ്യവസ്ഥയിലെ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ അതേപോലെ തന്നെ ദോഷം കുറയ്ക്കുന്നതിനോ യഥാർത്ഥമോ പ്രതീക്ഷിക്കുന്നതോ ആയ കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയയെയാണ് കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അഡാപ്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അഡാപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ നാച്ചുറൽ സിസ്റ്റം ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ടു ആക്ച്വൽ ക്ലൈമറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ഹ്യൂമൻ ഇന്റർവെൻഷൻ മേ ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടു എക്സ്പെക്റ്റഡ് ക്ലൈമറ്റ്. അതേപോലെ തന്നെ പ്രകൃതി വ്യവസ്ഥകളിൽ ഇത് യഥാർത്ഥ കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ്. In natural system, it is the process of adjustment to actual climate and its effect. അതായത് പ്രകൃതി വ്യവസ്ഥകളിൽ ഇത് നാച്ചുറൽ സിസ്റ്റങ്ങളിൽ ഇത് യഥാർത്ഥ കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ് ഏത്? അഡാപ്ഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥ കാലാവസ്ഥയുമായും അതിൻ്റെ എഫക്റ്റ് ഫലങ്ങളുമായും പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ്. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ മേ ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എക്സ്പെക്റ്റഡ് ക്ലൈമറ്റ്. പിന്നെന്താണ് പറയുന്നത്? മനുഷ്യൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ സഹായിച്ചേക്കാം. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ഇടപെടൽ കാലാവസ്ഥയുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ ഹ്യൂമൻ സിസ്റ്റം adoption seek to moderate harm or exploit beneficial opportunity. മനുഷ്യ വ്യവസ്ഥയിൽ പൊരുത്തപ്പെടൽ അഥവാ പൊരുത്തപ്പെടുത്തൽ ദോഷം കുറയ്ക്കുന്നതിനോ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ ശ്രമിക്കുന്നു. ഇൻ ഹ്യൂമൻ സിസ്റ്റം അഡാപ്ഷൻ സീക്ക് ടു മോഡറേറ്റ് ഹാം ഓർ എക്സ്പ്ലോയിറ്റ് ഇറ്റ് ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റി. ഹ്യൂമൻ സിസ്റ്റത്തിൽ അഡാപ്ഷൻ ചില സാഹചര്യങ്ങളിൽ ദോഷം കുറയ്ക്കുന്നതിനോ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ ശ്രമിക്കുന്നു. ചിലപ്പോൾ ദോഷം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ ബെനഫിഷ്യൽ ഓപ്പർച്യൂണിറ്റികൾ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ ശ്രമിക്കുന്നു. ഈ നാച്ചുറൽ സിസ്റ്റം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ മേ ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എക്സ്പെക്റ്റഡ് ക്ലൈമറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. അതുകൊണ്ട് പ്രകൃതി വ്യവസ്ഥകളിൽ മനുഷ്യൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടാൻ സഹായിച്ചേക്കാം. അതുകൊണ്ട് നാച്ചുറൽ സിസ്റ്റം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ മേ ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എക്സ്പെക്റ്റഡ് ക്ലൈമറ്റ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്. അത് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി വ്യവസ്ഥകളിൽ മനുഷ്യൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടാൻ സഹായിച്ചേക്കാം. അപ്പോൾ നാച്ചുറൽ സിസ്റ്റത്തിലെ പ്രകൃതി വ്യവസ്ഥകളിൽ മനുഷ്യൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയുമായും അതിൻ്റെ ഫലങ്ങളുമായും പൊരുത്തപ്പെടാൻ സഹായിച്ചേക്കാം. അക്കോർഡിംഗ് ടു UNFCCCയുടെ അഭിപ്രായത്തിൽ അഡാപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് practical step to protect country and community from the likely disruption and damage that will result from effect of climate change. അതായത് UNFCCയുടെ അഭിപ്രായത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും രാജ്യങ്ങളെയും സമൂഹങ്ങളെയും എന്ത് ചെയ്യണം എന്നാ പറയുന്നത്?
രാജ്യങ്ങളെയും സമൂഹങ്ങളെയും അതിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളെ ആണ് എന്ത് പൊരുത്തപ്പെടൽ. അക്കോർഡിംഗ് ടു UNFCCയുടെ അഭിപ്രായത്തിൽ അഡാപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ടു പ്രൊട്ടക്ട് കൺട്രി ആൻഡ് കമ്മ്യൂണിറ്റി ഫ്രം ദ ലൈക്ലി ഡിസ്ട്രപ്ഷൻ ആൻഡ് ഡാമേജ് ദാറ്റ് വിച്ച് റിസൾട്ട് ഫ്രം എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫലമായിട്ടുള്ള പല ഡിസ്ട്രപ്ഷനും ഡാമേജും സംഭവിക്കുന്ന രാജ്യങ്ങളെയും കമ്മ്യൂണിറ്റികളെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഡാപ്ഷൻ. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫലമായിട്ട് ഡിസ്ട്രപ്ഷനും ഡാമേജും സംഭവിക്കുന്ന കൺട്രീസിനെയും കമ്മ്യൂണിറ്റിയെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് FCC എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡാപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഹെഡിങ് ആണ് സ്റ്റേജസ് ഓഫ് അഡാപ്ഷൻ പ്രോസസ്സ്. എന്താണ് സ്റ്റേജസ് ഓഫ് അഡാപ്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. ദ ബേസിക് ടുവേർഡ്സ് അഡാപ്ഷൻ ആസ് മെൻഷൻഡ് ബിലോ വിൽ റിമെയിൻ സെയിം വെൻ അഡാപ്ഷൻ ഈസ് പ്ലാൻഡ് അറ്റ് നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക് ഓർ പഞ്ചായത്ത് ലെവൽ. ദേശീയ, സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ അഡാപ്ഷൻ അഥവാ പൊരുത്തപ്പെടൽ ആസൂത്രണം ചെയ്യുമ്പോൾ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന പൊരുത്തപ്പെടലുമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ തുടരേണ്ടതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 1, 2, 3, 4, 5 ഈ 5 കാര്യങ്ങളിലൂടെ വേണം പൊരുത്തപ്പെടൽ, ക്ലൈമറ്റിക്കൽ പൊരുത്തപ്പെടൽ അഥവാ അഡാപ്ഷൻ പ്രോസസ്സ് ആരൊക്കെ സ്വീകരിക്കേണ്ടത്, നാഷണൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും. അപ്പോൾ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ബ്ലോക്ക് ലെവലിലും പഞ്ചായത്ത് ലെവലിലും താഴെ പറയുന്ന 5 സ്റ്റേജാണ് അഡാപ്ഷൻ പ്രോസസ്സിൽ ഫോളോ ചെയ്യേണ്ടത്. അഡാപ്ഷൻ പ്രോസസ്സിൽ 5 സ്റ്റേജുകളാണ് ഫോളോ ചെയ്യേണ്ടത്. അത് ദേശീയ തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും ഇവയൊക്കെ ഫോളോ ചെയ്യേണ്ടത് ഈ 5 പൊരുത്തപ്പെടൽ പ്രക്രിയയാണ്. എന്തൊക്കെയാണ് അത് നോക്കൂ. ഐഡന്റിഫൈയിങ് അഡാപ്ഷൻ നീഡ്സ്. പൊരുത്തപ്പെടൽ ആവശ്യകതകൾ തിരിച്ചറിയൽ. ഐഡന്റിഫൈയിങ് അഡാപ്ഷൻ നീഡ്സ്. ഐഡന്റിഫൈയിങ് അഡാപ്ഷൻ ഓപ്ഷനുകൾ തിരിച്ചറിയൽ. അപ്രൈസിങ് അഡാപ്ഷൻ ഓപ്ഷൻ. അതേപോലെ തന്നെ അപ്രൈസിങ് എന്ന വിലയിരുത്തുക, അഡാപ്ഷൻ ഓപ്ഷൻസ് വിലയിരുത്തുക. പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റിങ് ആസൂത്രണവും അതേപോലെ തന്നെ പിന്നെന്താ അത് നടപ്പാക്കലും. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ നിരീക്ഷണവും വിലയിരുത്തലും. ഇത്രയും കാര്യങ്ങളെയാണ് എന്തായിട്ട് സൂചിപ്പിക്കുന്നത് അഡാപ്ഷൻ പ്രോസസ്സ്. ഈ 5 അഡാപ്ഷൻ പ്രോസസ്സ് ആര് ഫോളോ ചെയ്യണം? നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ബ്ലോക്ക് ലെവലിലും പഞ്ചായത്ത് ലെവലിലും ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾക്കാണ് ഇവിടെ ഈ പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് ഈ ലെവൽസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് 3ാമത്തെ ബ്ലോക്കിലെ 10ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് 11ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. ഓക്കെ.